എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നാളത്തേക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ മാത്സിലെ കിട്ടില്ലൻ ചോദ്യങ്ങളും അതിൻ്റെ കൺസെപ്റ്റും പഠിച്ചുകൊണ്ട് പോവുക. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട എന്ത്, നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായും കാണും. നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ അവസാനത്തെ ചാപ്റ്റർ ആണെന്നറിയാം, പൈ ചാർട്ട്സ് അല്ലെങ്കിൽ വൃത്തചിത്രങ്ങൾ എന്ന് പറയും. എങ്ങനെയാണ് വൃത്തചിത്രം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, എന്താണ്ട് ഇതുപോലെയാണ് നമ്മൾ വൃത്തചിത്രങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഇതുപോലെയാണ് വൃത്തചിത്രങ്ങൾ വരയ്ക്കേണ്ടത്. ആ വൃത്തചിത്രം എന്ന് പറയുമ്പോൾ ഒരു വട്ടം മാത്രമല്ല എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ആ വട്ടത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ മുറിക്കും, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തും വെക്കും അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പൈ ചാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ പൈ ചാർട്ട് അല്ലെങ്കിൽ വൃത്തചിത്രങ്ങളിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. നോക്ക്, ഇങ്ങനെ ഒരു വൃത്തചിത്രം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതലുള്ളത് ഈ കളറാണ് അല്ലെങ്കിൽ മറിയയാണ്. അപ്പോൾ ഈ ചോദ്യം ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ വോട്ടുകളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് മറിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്നത് ഈ ഒരു പൈ ചാർട്ട് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ പൈ ചാർട്ട് വരയ്ക്കണമെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കണം അല്ലേ. ഈ കഷ്ണങ്ങളാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവുന്നുണ്ട്, കോണുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഏകദേശ ഐഡിയ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് മക്കളെ, നമ്മുടെ പൈ ചാർട്ട് വരയ്ക്കാൻ നേരത്തതാണ് നമുക്ക് ഇതുപോലൊരു വൃത്തം ഉണ്ടാവും. സെയിം അറിയാമല്ലോ, വൃത്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിനെ ഞാൻ ഈ വൃത്തത്തിന് എന്തുണ്ട്, ഒരു സെൻറ്റർ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയല്ലേ. നമ്മൾ വരച്ചു വരുമ്പോൾ ഒരു സെൻറ്റർ ഉണ്ടായിരിക്കുമല്ലോ. ഈ വൃത്തത്തിനെ ഞാൻ ഇങ്ങനെ നടുക്കൂടെ മുറിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നടുക്കൂടെ മുറിച്ചെന്ന് വെച്ചോ. ഈ വൃത്തത്തിനെ നമ്മൾ എന്ത് ചെയ്തു, മുറിച്ചു. നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പൈ ചാർട്ടിനെ കുറിച്ചാണ്. പൈ ചാർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമേ വൃത്തത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. വൃത്തത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ ഇതൊരു വൃത്തമാണ്. ഈ വൃത്തത്തിന്റെ മുഴുവൻ ആംഗിൾ എത്ര, ഇവിടം മുതൽ കറങ്ങി ഇത്രയും ടോട്ടൽ ഡിഗ്രി എത്ര എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു വര വരച്ചാൽ അല്ലെങ്കിൽ ഈ രൂപം നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട്, ഈ കാണുന്ന പടം എന്തോ മക്കളെ, നിങ്ങളുടെ ജോമെട്രി ബോക്സിനകത്തുള്ള ആളാണ് ഇപ്പൊ ഞാൻ ഈ വരച്ചു വെച്ചത്. എന്തോ ഇത്, പ്രൊട്ടാക്ടർ. അപ്പൊ പ്രൊട്ടാക്ടറിന്റെ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാ മക്കളെ, 180 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്കറിയാം. എന്ന് പറയുമ്പോൾ വൃത്തത്തിന്റെ ഒരേ സൈഡ് 180 ഡിഗ്രി ആണെങ്കിൽ മറ്റേ സൈഡ് 180 ഡിഗ്രി ആണെങ്കിൽ മുഴുവൻ സർക്കിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു വൃത്തത്തെ മുഴുവനായി ചിന്തിക്കുമ്പോൾ വൃത്തത്തിന്റെ മുഴുവൻ ഡിഗ്രി എത്ര എന്ന് ചോദിച്ചാൽ ഒരു വൃത്തം എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് മക്കളെ, 360 ഡിഗ്രിയാണ്. എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നടുക്കൂടെ മുറിച്ചു കഴിഞ്ഞാൽ ഇത്രയും വരുന്നത്, അല്ലെങ്കിൽ ഒരു വരയുടെ മുകളിലുള്ള ആംഗിൾ എത്ര എന്നും കൂടെ പഠിച്ചു വയ്ക്കുക. ഒരു വര വരച്ചാൽ അതിനൊരു സെൻറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുഴുവനും മുകളിലുള്ള ആംഗിൾ എത്രയാണെന്നും കൂടെ ഓർത്തിരിക്കുക, 180 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ തുടക്കത്തിൽ ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട. അപ്പം മനസ്സിലായി. അപ്പം നമ്മുടെ പാഠം ഏതാണ്, പൈ ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പൈ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, വൃത്തചിത്രങ്ങളാണ്. ആ വൃത്തചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയാണ് രൂപത്തിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വൃത്തചിത്രം വരയ്ക്കണം, ഇതിൻ്റെ ഇടയിലുള്ള കോണുകളെ പറ്റിയുള്ള അറിവ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലായി ഒരു വൃത്തം എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. അതോടൊപ്പം ഒരു വരയുടെ തൊട്ട് മുകളിലുള്ള ആംഗിൾ എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വരണം, 180 ഡിഗ്രിയും ആകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇനി ഒരു കാര്യവും കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പഠിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വൃത്തം ഞാൻ ഇങ്ങനെ വരച്ചു, ഓക്കെയാണ്. ഈ വൃത്തത്തിനെ ഞാൻ എന്ത് ചെയ്തു, 4 കഷ്ണങ്ങളാക്കി മക്കളെ. എന്ത് ചെയ്തു, ഈ വൃത്തത്തിനെ ഞാൻ എത്ര കഷ്ണമാക്കി, 4 തുല്യ കഷ്ണങ്ങളാക്കി. ആ വാക്ക് ശ്രദ്ധിക്കണം, ഈക്വൽ പാർട്സ് ആക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ വൃത്തം എന്ന് പറയുന്നത് മൊത്തത്തിൽ എത്ര ഡിഗ്രിയാണ് മക്കളെ, ഈ വൃത്തത്തിന്റെ ഈ 4 കോണും കൂടെ കൂട്ടി എത്ര ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രി ഞാൻ എത്ര തുല്യ കഷ്ണങ്ങളാക്കി, 4 കഷ്ണമാക്കി. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പം ഈ ഓരോ കോണും എത്ര എന്ന് നമുക്ക് കിട്ടും. എന്ന് പറയും 360നെ 4 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും, 90 ഡിഗ്രി എന്ന ഉത്തരം കിട്ടും. എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം, ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 90. ഇപ്പുറത്തും എത്ര ഡിഗ്രിയാണ്, 90. ഇപ്പുറത്തും എത്ര ഡിഗ്രിയാണ്, 90. ഇപ്പുറത്തും എത്ര ഡിഗ്രിയാണ്, 90. ഇത് മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കേസ് നിങ്ങളോട് പറയാം. ഒരു വൃത്തം ഞാൻ വരച്ചു. ഈ വൃത്തത്തിനെ ഞാൻ ഇങ്ങനെ മുറിച്ചു, ഇതുപോലെ മുറിച്ചു, അതോടൊപ്പം ഇങ്ങനെയും മുറിച്ചു. ഇത്രയും ഞാൻ ചെയ്തോളൂ. അപ്പം പുതിയൊരു പൈ ചാർട്ട് കിട്ടി അല്ലേ. ഇങ്ങനെ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പൈ ചാർട്ട് എന്ന് വിളിച്ചൂടെ. ആ പൈ ചാർട്ടിനെ വിളിക്കുമ്പോൾ നമ്മൾക്കറിയാം, തൊട്ട് മുമ്പേ വെച്ച് ഐഡിയ വെച്ചിട്ട് നമുക്കറിയാം ഇവിടെ എത്ര ഡിഗ്രിയാ, 90 ഡിഗ്രി അല്ലേ. പ്ലസ് പോലെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്ലസ് പോലെ വന്നാൽ ഇവിടെ എത്ര ഡിഗ്രിയാണെന്ന് നമുക്കറിയാം,
90 ഡിഗ്രി. ഇതാണ്ട് ഇവിടെ എത്ര ഡിഗ്രി തന്നെ? 90 ഡിഗ്രി. ഇവിടെ എത്ര ഡിഗ്രി തന്നെ? 90 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാം, ഈ രണ്ട് കോണൂടെ കൂട്ടിയാൽ എത്ര തന്നെ? 90 തന്നെ. കറക്റ്റ് നടുക്കൂടെയാണ് പോയെങ്കിൽ, കറക്റ്റ് നടുക്കൂടെയാണെങ്കിൽ ഇവിടെ എത്ര? 45 ഡിഗ്രി, 45 ഡിഗ്രി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ചാർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വെച്ചേക്കുക കേട്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത് മുറിക്കുന്നതെന്നുള്ളൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലേ. മുറിക്കണമെങ്കിൽ ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവണം? ഇതിന്റെ ഇടയിൽ ഇതാ ഇതുപോലെ ഡിഗ്രീസ് ഉണ്ടായിരിക്കണം. കണ്ടല്ലോ. അപ്പൊ 90 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ വരച്ച പടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, പൈ ചാർട്ട്. അപ്പൊ ദാ ഇവിടെയും ഇതുപോലെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ഈ പടത്തിൽ നിന്ന് പറയാൻ പറ്റും, ഇവിടുത്തെ കോണും ഇവിടുത്തെ കോണും ഇവിടുത്തെ കോണൂടെ കൂട്ടി എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് പൈ ചാർട്ട് വെച്ചിട്ട് അതിന്റെ അർത്ഥം പറയാനും അറിയണം, പൈ ചാർട്ട് വെച്ചിട്ട് അത് വരയ്ക്കാനും അറിയണം, അല്ല അളവ് വെച്ചിട്ട് വരയ്ക്കാനും അറിയണം. അപ്പൊ എന്താ ഈ ഒന്നാമത്തെ ചോദ്യങ്ങളൊന്നും നോക്കിയേ. ഹൂ വോൺ ദ എലക്ഷൻ? എന്താ ചോദ്യം നോക്കൂ. ഹൂ വോൺ ദ എലക്ഷൻ? എന്താ ഈ പൈ ചാർട്ട് നോക്കിയതിന് ശേഷം നമ്മളോട് ചോദിച്ചേക്കാണ്, ആരാണ് ഈ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്? ആരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്? ആരാണ് വിജയിച്ചത്? നമുക്കറിയാം ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ആരാണ് വിജയിച്ചതെന്ന് ചോദിച്ചാൽ മറിയയാണ് വിജയിച്ചത്. പിന്നെ നമ്മളോട് ചോദിച്ചു മറ്റെന്തെല്ലാം വിവരങ്ങൾ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും? എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും? ഒന്നാം സ്ഥാനം കിട്ടിയത് മറിയയ്ക്ക്, സിമ്പിളായിട്ട് പറയാം. രണ്ടാം സ്ഥാനം എന്താ, ഇതാണ് ഫസ്റ്റ് കിട്ടിയ ആൾക്ക്. സെക്കൻഡ് സ്ഥാനം ആർക്കാ കിട്ടിയത്? നമുക്ക് മനസ്സിലായി. സെക്കൻഡ് പ്ലേസ് കിട്ടിയത് ആർക്കാണ്? നാസിയയ്ക്കാണ് സെക്കൻഡ് പ്ലേസ്. തേർഡ് പ്ലേസ് കിട്ടിയത് ആർക്ക്? രമ്യക്കാണ്. ഇത്രയും കാര്യങ്ങൾ സുഖമായി പറഞ്ഞൂടെ? അപ്പൊ നമുക്കൊരു പൈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ ആരാണ് വിജയിച്ചതെന്ന് പൈ ചാർട്ട് വെച്ച് ചോദിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയത് മറിയയാണ്. ഒന്നാം സ്ഥാനം മറിയയ്ക്ക്, രണ്ടാമത്തെ വോട്ടിട്ട് ഈ ഭാഗമാണല്ലോ, അപ്പൊ അതാരാണ്? നാസിയ. മൂന്നാമത് കിട്ടിയത് ആർക്കാണ്? രമ്യ. പിന്നെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാം, നാസിയയ്ക്കും രമ്യയ്ക്കും കിട്ടിയ വോട്ടിന്റെ ശതമാനം അല്ലെങ്കിൽ ആ അളവെന്ന് പറയുന്നത് എന്താണ്, ഒരു അല്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോക്ക്, നാസിയുടെ വോട്ട് ഇത്രയാണെങ്കിൽ രമ്യയുടെ വോട്ട് ഇത്രയുമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ട് ശതമാനത്തിലെ വ്യത്യാസം അല്ലെങ്കിൽ വോട്ടിന്റെ എണ്ണത്തിലെ വ്യത്യാസം വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ എന്തിലൂടെ പറയാൻ പറ്റും? ഈ പൈ ചാർട്ടിലൂടെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ പൈ ചാർട്ട് നോക്കി ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് നേരെ വരയ്ക്കാൻ പഠിക്കാം. പൈ ചാർട്ട് എങ്ങനെ വരയ്ക്കും? അതാണല്ലോ നമ്മുടെ ചോദ്യം. പൈ ചാർട്ട് എങ്ങനെ വരയ്ക്കും? ഈ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡ്രോ എ പൈ ചാർട്ട് എന്നായിരിക്കും ചോദ്യം. അപ്പൊ ചോദ്യം ഇതുപോലെ ഡാറ്റ തരും, എന്നിട്ട് ഇത് അവസാനം ഇങ്ങനെ കിടക്കും ഡ്രോ എ പൈ ചാർട്ട്. അല്ലെങ്കിൽ മലയാളം ചോദ്യം ഇങ്ങനെയായിരിക്കും. മലയാള ചോദ്യം നോക്ക്, വൃത്തചിത്രം വരയ്ക്കുക. എന്ത് വരയ്ക്കണം? വൃത്തചിത്രം വരയ്ക്കണം എന്നും പറഞ്ഞായിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ എന്താണ് ഈ ചോദ്യം എന്ന് നോക്കാം. സ്കൂളിൽ നിങ്ങൾക്കറിയാം മാത്സ് ക്ലബ് ഉണ്ട്, സയൻസ് ക്ലബ് ഉണ്ട്, അങ്ങനെ പല പല ക്ലബ് ഉണ്ട്, സോഷ്യൽ സയൻസ് ക്ലബ് ഉണ്ടല്ലേ, അങ്ങനെ ഒരുപാട് ക്ലബ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചോദ്യത്തിൽ നോക്കുക, ഇവിടെയും സ്കൂൾ ക്ലബ്ബുകളുണ്ട്. എന്താ പ്രത്യേകത? ഈ സ്കൂൾ ക്ലബിൽ എത്ര പിള്ളേരുണ്ടെന്ന് നോക്കിയാണ് 100 സ്റ്റുഡൻസ് ഉണ്ട്. എത്ര പിള്ളേരുണ്ട്? ഈ സ്കൂളില്, UP സ്കൂളില് എത്ര പിള്ളേരുണ്ട്? 100 പിള്ളേരുണ്ട്. ഏത് ക്ലാസ്സിൽ? 7ാം ക്ലാസ്സിലെ കഥ തന്നെയാണ് പറയുന്നത്. 7ാം ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 100 പിള്ളേരുണ്ട്. ആ 100 പിള്ളേരിൽ 30 പിള്ളേർ എന്ത് ചെയ്തു? മാത്സ് ക്ലബിൽ അംഗമാണ്. 20 പിള്ളേർ എന്താണ്? സയൻസ് ക്ലബിൽ അംഗമാണ്. 25 പിള്ളേരെന്തോ സോഷ്യൽ സയൻസ് ക്ലബിൽ അംഗമാണ്. ഇംഗ്ലീഷിൽ എത്ര പേരുണ്ട്? 10 പേര്. വിദ്യാരംഗത്തിൽ എത്ര പേര് പോയി? 15 പേര്. അപ്പോൾ കുറച്ച് പിള്ളേർ എന്ത് ചെയ്തേക്കുന്നു? പല പല ക്ലബിലായിട്ട് പോയേക്കുന്നു. അപ്പൊ ഒരുപാട് ക്ലബ് ഉണ്ട്. എത്ര? 1 2 3 4 5 ക്ലബുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആദ്യം തന്നെ ഒരു ഐഡിയ മനസ്സിലായി കാണും. എന്താണ്ട് ഇപ്പൊ ഒരു സർക്കിൾ വരയ്ക്കണം, അതിനെ എത്ര ആയിട്ട് മുറിക്കേണ്ടി വരും? 5 കഷ്ണമാക്കണം. എങ്ങനെയാണ് അതിന്റെ രൂപം ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം വൃത്തം വരയ്ക്കേണ്ടി വരും, അതിനെ എത്ര പാർട്സ് ആക്കേണ്ടി വരും? 5 പാർട്സ് ആക്കി വരയ്ക്കേണ്ടി വരും. എത്ര പാർട്സ് ആക്കണം? 5. അല്ലാതെ ഇങ്ങനെ വരച്ചിട്ട് 4 കഷ്ണമാണോ? അല്ല, 4 പാർട്സ് അല്ല. ഇവിടെ 5 ക്ലബ് ഉണ്ടായതുകൊണ്ട് 5 ഭാഗങ്ങൾ വരും അല്ലേ? നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്ക്. ഇവിടെ നോക്കി, ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ? 3 സ്ഥാനാർത്ഥി. അതുകൊണ്ട് എത്ര ഭാഗം? 1 2 3 ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ചോദ്യത്തില് നമ്മുടെ പൈ ചാർട്ട് അല്ലെങ്കിൽ വൃത്തചിത്രത്തിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ 1 2 3 4 5 ഭാഗം. മനസ്സിലായല്ലോ? അപ്പം പടം വരയ്ക്കുന്നതിനോട് ഏകദേശ ഐഡിയ കിട്ടി. അപ്പം നമുക്ക് ആദ്യമേ നമുക്കറിയാം എന്തായാലും നമ്മുടെ പൈ ചാർട്ട് എന്ന് പറയുന്ന ഒരു വൃത്തമാണ്. അത് സംശയമില്ലല്ലേ? ഞാൻ ചുമന്നതിൽ വരച്ചതിലൊന്നും ടെൻഷൻ അടിക്കണം. നിങ്ങൾ പെൻസിലിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ വൃത്തം വരച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ പൈ ചാർട്ടിന് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഒരു സർക്കിളാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് എത്ര പിള്ളേരുണ്ട് എന്നാണ്. നമ്മുടെ ടോട്ടലാണ് നമ്മുടെ കഥയിലെ മെയിൻ ആള് കേട്ടോ. ടോട്ടൽ എത്ര പിള്ളേരുണ്ട് ആ സ്കൂളിൽ? 100 പിള്ളേരുണ്ട് ടോട്ടൽ. എത്ര പിള്ളേരുണ്ട്? 100 പിള്ളേര്. അതിൽ മാത്സിൽ അംഗം എടുക്കാൻ പോയത്, മാത്സിൽ എത്ര പേരുണ്ട്? മാത്സ് ക്ലബിലേക്ക് പോയത് എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 പേര് പോയി. അപ്പം മാത്സിലേക്ക് പോയ ആളുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഒരു ഫ്രാക്ഷൻ രൂപത്തിലാണ്, ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയിട്ടാണ് ഇതിങ്ങനെ കഷ്ണങ്ങളാക്കാൻ പോകുന്നത് എന്ന് ഓർത്തിരിക്കുക. സ്റ്റെപ്പ് ഓർത്തിരിക്കുക. മാത്സിലേക്ക് പോയത് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ടോട്ടൽ ഈ വൃത്തം എന്ന് പറഞ്ഞ എത്ര ഡിഗ്രിയാണ് മക്കളെ? 360 ഡിഗ്രി ഉണ്ട് അല്ലേ? അതാണ്ട് ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ഉണ്ട്? 360 ഡിഗ്രി. ആ 360 ഡിഗ്രിയാണ് കഷ്ണമാക്കേണ്ടത് അല്ലേ? ഇതിൻ്റെ ഇടയിൽ ഇതാണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കണ്ടേ, നമുക്ക് ഇങ്ങനെ 5 പാർട്സ് ആക്കണ്ടേ? അതിനുവേണ്ടി ഇടയിൽ ഇതാണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കോണ് വേണ്ടേ? ആ കോണിന് വേണ്ടിയുള്ള സ്റ്റെപ്പാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇപ്പം മൊത്തത്തിൽ ആദ്യം എഴുതേണ്ട സ്റ്റെപ്പ് ഒരു സർക്കിളിന് എത്ര ഡിഗ്രി ഉണ്ടെന്ന് എഴുതണം? 360 ഡിഗ്രി. ആ ഡിഗ്രിയുടെ കൂടെ ഇൻറ്റു ചെയ്യണം ടോട്ടൽ എത്ര പിള്ളേരുണ്ട്? 100 പിള്ളേരുണ്ട്. ആ 100ൽ എത്ര പേരാണ് മാത്സ് ക്ലബിലെ അംഗം എന്ന് നോക്കണം. 100ൽ എത്ര പേരാണ് മാത്സ് ക്ലബിലെ അംഗം? 30 പേര്. അപ്പോൾ മുകളിൽ എന്ത് കൊടുക്കണം? 30 എന്ന് കൊടുക്കണം. കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും ഒരു ആംഗിൾ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നോക്കിയോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട ബാക്കി സ്റ്റെപ്പ്. ഇത്ര എഴുതാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതെന്തുവാണ്? സർക്കിളിൻ്റെ ഡിഗ്രിയായ 360. ഇതെന്തുവാണ്? 100 പിള്ളേരിൽ 30 പിള്ളേര്, 30 കുട്ടികൾ എന്ത് ചെയ്തു? മാത്സ് ക്ലബിലെ അംഗമാണ്. അതാണ് ആ 30/100. ഇനി നമുക്ക് വെട്ടി ചെയ്യാമല്ലോ. അപ്പോൾ ഈ 0യും 0യും കട്ട് ചെയ്യാം, ഈ 0യും 0യും കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി ഗുണിച്ച് എത്ര കിട്ടും? 6×3 18, ശിഷ്ടം 1 108 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം മാത്സ് ക്ലബ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? 108 ഡിഗ്രി. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇവിടെ ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ചുമ്മാതെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയിടാം. ഞാൻ വരയിടാൻ പോകുന്നത് ഇതുപോലൊരു സ്ട്രെയിറ്റ് വരയും കിട്ടും. ഒരു ബുദ്ധിമുട്ടും വേണ്ട. ഇപ്പോൾ സ്ട്രെയിറ്റ് വരയട്ടെ. നമുക്ക് എത്ര ഡിഗ്രിയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്ക്. 108 ഡിഗ്രി. അപ്പോൾ ഒരു വരയില്ലാതെ നമുക്ക് വരയ്ക്കാൻ പറ്റൂല. 108 വരയ്ക്കണമെങ്കിൽ ആദ്യം ഇതുപോലൊരു വര വേണം. അതില്ലാതെ വരയ്ക്കാൻ പറ്റൂല. അപ്പോൾ ഇനി ഈ വരയിൽ നിന്നാണ് എത്ര ഡിഗ്രി? ഇങ്ങനെ വരച്ച എത്ര ഡിഗ്രിയാണ്? ഇങ്ങനെ വരച്ച നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ നിന്നും ഒച്ചുകൂടെ ചരിഞ്ഞിരിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങൾ പ്രൊട്ടാക്ടർ എന്ത് ചെയ്യണം? പ്രൊട്ടാക്ടർ ഇവിടെ വെച്ചുകൊണ്ട് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യണം? 108 ഡിഗ്രി ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്കറിയാം. ഇങ്ങനെ വരച്ചാൽ എത്ര ഡിഗ്രിയാണ്? കറക്റ്റ് നേർക്ക് വരച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണെന്നറിയാം. അപ്പോൾ 90ൽ നിന്ന് ഇച്ചിരി കൂടി നിൽക്കും. ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമെന്നറിയാം. അപ്പോൾ ഞാൻ വരച്ചു വയ്ക്കുന്നു. ഞാൻ പ്രൊട്ടാക്ടർ എടുക്കാതെ തന്നെ വരയ്ക്കുന്നു. നിങ്ങൾ പ്രൊട്ടാക്ടർ എടുത്ത് തന്നെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആരാണ് ഇവിടെ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ആരാണ്? നമുക്കൊന്ന് എഴുതി വെക്കാം. മാത്സ്. അപ്പോൾ മാത്സ് ക്ലബിലെ അംഗങ്ങളാണ് ഇത്രയും. ഇതിൻ്റെ ഇടയിലുള്ള ഡിഗ്രി നമ്മുടെ മനസ്സിൽ മതി. എത്ര ഡിഗ്രിയാണ് ആ വരച്ചത് നമുക്കറിയാം? 108. കണ്ടോ? അപ്പോൾ ഇതുപോലെ എല്ലാ ക്ലബിൻ്റെയും വരയ്ക്കണം. അപ്പോൾ മാത്സ് കഴിഞ്ഞാൽ അടുത്ത സയൻസ് ക്ലബിലെ അംഗങ്ങളെ കുറിച്ച് വരയ്ക്കേണ്ടതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ സർക്കിളിൻ്റെത് 360 ഡിഗ്രി ഇൻറ്റു മാത്സ് ക്ലബിൽ എത്ര പേരുണ്ട്? 20 പേരുണ്ട്. എത്രയിൽ? 100ൽ 20 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലായി, ഈ 100ൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാലോ. ടോട്ടൽ എപ്പോഴും അടിയിൽ എന്താ എഴുതേണ്ടേ? ടോട്ടൽ. ആ കഥയിൽ എത്ര ആളുകളുണ്ടോ ആ ആളുകളുടെ എണ്ണം അടിയിൽ എഴുതണം. ഇനി എന്ത് ചെയ്യണം? ഈ 0യും ഈ 0യും വിട്ടുക, ഈ 0യും 0യും വിട്ടുക. 36നെ 2 കൊണ്ട് ഗുണിച്ച് എത്ര ഡിഗ്രിയാണ്? 72 ഡിഗ്രിയാണ്. സോറി, 720 എന്ന് എഴുതി വെച്ചോ. 72 ഡിഗ്രിയാണ്. അപ്പോൾ ഇനി ടെൻഷൻ വന്നു. ഇനി എങ്ങനെ 72 ഡിഗ്രി മാർക്ക് ചെയ്യും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ പിന്നെയും സെൻറ്റർ. നമ്മുടെ 0 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? ഇവിടെ നിന്നും. അപ്പം ഈ ഡിഗ്രി നിങ്ങൾക്കറിയാം. ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ മീൻസ് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി ആണോ? നമുക്ക് ഇങ്ങനെ നേർക്കാണ് വരയ്ക്കേണ്ടതല്ല. ഇങ്ങനെ വരച്ചാൽ ഇത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പോൾ എങ്ങോട്ട് നിൽക്കണം? ഇങ്ങനെ ചരിഞ്ഞേ നിൽക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം. 90നെക്കാട്ടും കുറവാണ്. അപ്പോൾ 90 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുമല്ലോ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇടയിൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. നമുക്ക് വേണ്ടത് എത്ര ഡിഗ്രിയാണ്? 72 മതി. 72 മതി. അപ്പോൾ അതെങ്ങനെ നിൽക്കുക? ഇതുപോലെ ഇച്ചിരി കുറഞ്ഞല്ലേ നിൽക്കത്തുള്ളൂ. എന്ന് പറയുമ്പോൾ ഞാൻ 72 ഡിഗ്രി അങ്ങ് മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ നിൽക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. നിങ്ങൾ പ്രൊട്ടാക്ടർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര ഡിഗ്രിയാണെന്ന് നമ്മുടെ മനസ്സിൽ കണ്ടാൽ മതി. 72. അത് എഴുതിയൊന്നും വെക്കേണ്ട കേട്ടോ. ഇതിങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മനസ്സിൽ കാണുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അത് ഏത് ക്ലബിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലായി. ഏത് ക്ലബ്ബാണ്? സയൻസ് ക്ലബ്ബ്. ഓക്കെയാണ്. സയൻസ് ക്ലബിൻ്റെ ആൾക്കാരാണ് അത്രയും എന്ന് മനസ്സിലാക്കുക. ഇവിടെ 72 ഡിഗ്രി ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ആംഗിളിൻ്റെ സിമ്പിളും മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ.
ഓക്കെ, ഇനി അടുത്ത ഏത് ക്ലബ്ബ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇനി സോഷ്യൽ സയൻസ് ക്ലബ്ബ്, SS ക്ലബിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ 360 ഇൻറ്റു എത്ര പേര് SS-ലുള്ള 25, 25 ബൈ എത്രയാണ് 100. ഇവിടെ എന്ത് ചെയ്യണം? 0 കട്ട് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 25-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 10-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, ഈ 2-നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18, 18 5 എന്ന് പറയുമ്പോൾ 8 5 40, 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. എത്ര ഡിഗ്രിയാണ് അടുത്ത മാർക്ക് ചെയ്യേണ്ടത്? 90 ഡിഗ്രി. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാം, ഈ പോയിന്റിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കറക്റ്റ് നേർക്ക് താഴോട്ടായിരിക്കത്തില്ലേ? അറിയാമല്ലോ, ആ 90 ഡിഗ്രി പഠിച്ചു വെച്ചാൽ എളുപ്പമായി ഈ കണക്ക് പഠിക്കാൻ. കണ്ടോ, ഇങ്ങനെ നേർക്ക് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഇടയിൽ എത്ര ഡിഗ്രി തന്നെയാണ്? 90 ഡിഗ്രിയാണ്. എപ്പോഴും ഓർത്തിരിക്കുക, എൽ ഷേപ്പ് വരുന്ന എല്ലാം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. എൽ ഷേപ്പ് എങ്ങനെ നിന്നാൽ ഇതൊക്കെ എന്തൊരു ഡിഗ്രിയാണ്? ഇങ്ങനെയൊക്കെ വരച്ചതിൻ്റെ ഇടയിലെല്ലാം എത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രി ആകുന്നു. അതുകൊണ്ട് സിമ്പിളായിട്ട് എനിക്ക് അവിടെ എഴുതാൻ പറ്റി ഇതേതാണ്? SS ക്ലബ്ബ്. അപ്പോൾ SS ക്ലബിൻ്റെയും മാർക്ക് ചെയ്തു. ഇനി അടുത്ത ഏത് ക്ലബ്ബുണ്ട്? ഇംഗ്ലീഷ് ക്ലബ്ബ്. അപ്പോൾ അടുത്ത ഇംഗ്ലീഷിൻ്റെ പൈ ചാർട്ട് വരയ്ക്കാൻ വേണ്ടി ഇംഗ്ലീഷ് എന്ന് എഴുതുക. 360 ഡിഗ്രിയാണ് സർക്കിള്. ഇൻറ്റു എത്രയാണ് ഇംഗ്ലീഷിൽ? 10 പേരാണുള്ളത്. മൊത്തത്തിൽ എത്ര പേരുണ്ട്? 100 പേര്. 100-ൽ 10. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം? ഈ 0യും കെട്ടിയ 0യും കെട്ടി. അപ്പം നമുക്ക് മനസ്സിലായി 36 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതെത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രിയാണ്. 90ൻ്റെ കറക്റ്റ് നേർക്ക് ഇങ്ങനെ വന്നാൽ എത്ര ഡിഗ്രി ആയിരിക്കും? ഇതെത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി. ഇതെത്രയായിരിക്കും? 45 ഡിഗ്രി. നമുക്ക് വേണ്ടത് എത്രയാണ് മക്കളെ? 36 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്രയേ കാണത്തുള്ളൂ എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബോധത്ത് കൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. ദാണ്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ 36 ഡിഗ്രി. ഓക്കെ, അത് എത്ര ഡിഗ്രി ആയിരിക്കും? 36 ഡിഗ്രി ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ എഴുതി വയ്ക്കുന്നു ഏത് ക്ലബ്ബാണത്? ഇംഗ്ലീഷ് ക്ലബ്ബ്. ഏത് ക്ലബ്ബ്? ഇംഗ്ലീഷ് ക്ലബ്ബ്. ഇനി ഏത് ക്ലബ്ബുണ്ട്? വിദ്യാരംഗം ക്ലബ്ബുണ്ട്. അത് 15ആണ്. അത് നോക്കണ്ട, അതിവിടെ അങ്ങ് എഴുതിയാൽ മതി. ഏത് ക്ലബ്ബാണ്? വിദ്യാരംഗം. കോട്ടല്ല, ഞാൻ മലയാളത്തിൽ എഴുതിയെന്ന് പറഞ്ഞാൽ തെറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ് വിദ്യാരംഗം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ടുള്ള പൈ ചാർട്ട് എന്ന് പറയുന്നത്. എത്രയാണ്? പൈ ചാർട്ട് എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾക്ക് വിദ്യാരംഗത്തെക്കുറിച്ച് എഴുതാനൊന്നും നോക്കണ്ട. വിദ്യാരംഗം എഴുതണമെന്നൊന്നും ഞാൻ പറയില്ല. വിദ്യാരംഗം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ 360 ഇൻറ്റു എത്ര ചെയ്താൽ മതി? 15/100. പക്ഷേ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ്ട് ഇതിൻ്റെ ബാക്കി ഈ ഭാഗം മൊത്തം എന്ത് തന്നെയാണ്? വിദ്യാരംഗം തന്നെയാണ്, നമുക്കറിയാം. കണ്ടുപിടിക്കേണ്ടവർ കണ്ടുപിടിച്ചോ. 0 വെട്ടുക. 10-ന് 5 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര? 5ഉം 3ഉം 15, 5ഉം 2ഉം 10, ഇത് തമ്മിൽ വെട്ടിയ 18, 18ഉം 3 എന്ന് പറയുമ്പോൾ 54 ഡിഗ്രി വരും. ഓക്കെ, അത് വേണമെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഇതാ ഇങ്ങനെ വരയ്ക്കുന്നതിനെ വിളിച്ച പേരാണ്, നമ്മുടെ പാഠത്തിൻ്റെ പേരെന്തുമായിരുന്നു? നമ്മുടെ പാഠത്തിൻ്റെ പേരെന്തുമായിരുന്നു? പറ. പൈ ചാർട്ട്. ഓക്കെ, അപ്പോൾ പൈ ചാർട്ടിലെ ഡിഗ്രി വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചല്ല? പൈ ചാർട്ടിലെ ഡിഗ്രി വരയ്ക്കാൻ പഠിച്ചേ. അപ്പോൾ ഇതുപോലെയാണ് പൈ ചാർട്ട് വരയ്ക്കേണ്ടത്. എങ്ങനെ തന്നാൽ? ഇതുപോലെ ഡാറ്റ തന്നാൽ ആദ്യം എന്ത് എഴുതണം? ടോട്ടൽ എത്ര എന്ന് ആലോചിക്കണം. ഇതെന്തുവാ? സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രിയാണ് 360. മാക്സിൽ എത്ര പേരുണ്ട്? 30. ടോട്ടൽ എത്രയുണ്ട്? 100. അതിൽ നിന്ന് എത്ര ഡിഗ്രി? ഇത് 108. പിന്നെ ഇതെത്ര ഡിഗ്രി? 72. ഇതെത്ര ഡിഗ്രി? 90. ഇതെത്ര ഡിഗ്രി? 36. ഇതെത്ര ഡിഗ്രി? 54. കണ്ടോ, ഇത്രയേ ഉള്ളൂ പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ പൈ ചാർട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ നോക്കൂ മക്കളെ, 25%. നോക്ക്, ഈ ഡാറ്റ കണ്ട എന്താ കൊടുത്തിരിക്കുന്നത്? 25%. എന്നിട്ട് പരീക്ഷയ്ക്ക് എന്തോ ചോദിച്ചേക്കുന്നത് നോക്ക്, ഡ്രോ എ പൈ ചാർട്ട്. വൃത്തചിത്രം വരയ്ക്കുക. പക്ഷെ അളവ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? പെർസെൻറ്റേജിലാണ്. എന്തിലാണ്? പെർസെൻറ്റേജിൽ. പക്ഷെ ഇവിടെ അളവ് കൊടുത്തിരുന്നത് എന്തിലാണ്? എണ്ണത്തിലായിരുന്നു. ഇവിടെ അളവ് കൊടുത്തിരുന്നത് എന്തിലായിരുന്നു? എണ്ണത്തിലായിരുന്നു. പക്ഷെ ഈ പുതിയ ചോദ്യത്തിനകത്ത് എണ്ണം കൊടുത്തിരിക്കുന്ന നോക്ക്, 25%, 45%, 10%, പിന്നെ റിമൈനിങ് എന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ റിമൈനിങ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ പുതിയ ചോദ്യത്തിന്റെ പ്രത്യേകത മനസ്സിലായി. അപ്പോൾ പുതിയ ചോദ്യം എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ് ചോദിച്ചേക്കുന്നത്. എന്ത് വരച്ചാൽ മതി? പൈ ചാർട്ട് വരച്ചാൽ മതി. അപ്പം പറയുന്നു, ഇവിടെ ഒരു സ്കൂളുണ്ട്. UP സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ 25% ഏത് ഗ്രേഡ്? A ഗ്രേഡ് കിട്ടി. 45% B ഗ്രേഡ് കിട്ടി. 20% ആളുകൾക്ക് C ഗ്രേഡ് കിട്ടി. അപ്പം മൊത്തത്തിൽ പെർസെൻറ്റേജ് നമുക്കൊന്ന് കൂട്ടാം. 20ഉം 25 കൂടെ കൂട്ടി എത്ര? 45. 45 കൂടെ കൂട്ടി എത്ര? 90. 90ഉം കഴിഞ്ഞിട്ട് ഇനി എത്ര ബാക്കിയുണ്ട് മക്കളെ? 10%. അപ്പം റിമൈനിങ് പെർസെൻറ്റേജ് എത്ര എന്ന് മനസ്സിലായി? 10%. അപ്പം ഈ കഥയിൽ 4 പെർസെൻറ്റേജുകളുണ്ട്. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ എത്ര അളവുണ്ട്? 4 അളവുണ്ട്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കണം. എങ്ങനെയെങ്കിലും 4 പാർട്ടാക്കേണ്ടി വരും.
ഏത് രീതിയിലാണ് പാർട്ടാക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സർക്കിൾ വരയ്ക്കണം, അതിനെ എന്ത് ചെയ്യണം, 4 പാർട്ടാക്കണം. ഏത് അളവനുസരിച്ച് ഇതാണ്ട് ഈ പെർസെൻറ്റേജ്. ഇനി നമുക്ക് ഈ ചോദ്യത്തിന്റെ പൈ ചാർട്ട് വരയ്ക്കാം. അപ്പോൾ പൈ ചാർട്ട് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ അറിയാം, ആദ്യം എന്ത് വരയ്ക്കണം, ഒരു സർക്കിൾ വേണം, ഒരു സർക്കിൾ വേണം. ഇനി ഈ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കണം. അതാണ് നമ്മുടെ ജോലി. 4 കഷ്ണമാക്കണം. എന്തുകൊണ്ടാണ് 4 കഷ്ണം എന്ന് പറയാൻ, ഇവിടെ 4 ഡാറ്റാസേ ഉള്ളൂ. 4 ഡാറ്റയുണ്ട്. അത് വെച്ചിട്ടാണ് പൈ ചാർട്ട് അല്ലെങ്കിൽ വൃത്തചിത്രം വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഈ സർക്കിളിനെ എത്ര കഷ്ണമായിരിക്കാം ആക്കേണ്ടതെന്ന് ചോദിച്ചാൽ 4 കഷ്ണം. ഏത് രൂപത്തിലാണ് ആ കഷ്ണം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ പാർട്സ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഡാറ്റ എന്താണ്, എ ഗ്രേഡ്. അപ്പം നോക്ക്, അപ്പോൾ ഇവിടെ ടോട്ടൽ ഉണ്ടോ, ടോട്ടൽ എന്ന് പറഞ്ഞ വാക്കില്ല. ഇവിടുത്തെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100% എന്നാണ്, അത് നോക്കണ്ട. അപ്പോൾ ഇനി എ ഗ്രേഡ് കിട്ടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. എ ഗ്രേഡ് കിട്ടിയത് എത്ര പേർക്ക് എന്ന് ചോദിച്ചാൽ എ ഗ്രേഡ്. അപ്പം നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ എഴുതേണ്ട ആരെ കുറിച്ചാണ്, 360 ഡിഗ്രി. എന്തോ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിലെ ടോട്ടൽ ആംഗിൾ ആണ് എത്ര ഡിഗ്രി, 360 ഡിഗ്രി. അത് നമ്മൾ എഴുതും. ഇൻറ്റു ചെയ്യൂ എന്നറിയാം. ഇൻറ്റു എന്തരാണ് ചെയ്യേണ്ടത്, 25%. 25% നിങ്ങൾക്ക് എഴുതാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ തവണ ഞാൻ പഠിപ്പിച്ചതാണ്. 25% എങ്ങനെ എഴുതേണ്ടത്, ഇതുപോലെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 25% എന്ന് പറയുന്നത് എന്താണ്, 25 എന്തെന്ന് കൊടുക്കണം, 100. അതാണ്ട് ഈ സിമ്പിളിന് പകരമായിട്ട് ബൈ എന്ത് കൊടുക്കണം, 100. കണ്ടല്ലേ. അപ്പോൾ ഈ പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ കണ്ടാൽ ബൈ എന്ത് കൊടുക്കണം, 100 എന്ന് കൊടുക്കണം. അപ്പോൾ ഉത്തരം 25/100 എന്ന് കിട്ടും. ഇനി ഇതിനെ ചെറുതാക്കണം. ഇനി ഇവിടെ ചെറുതാക്കാനായിട്ട് ആലോചിക്കുക. ആദ്യമേ ഈ സീറോയും കട്ട് ചെയ്യുക. ഇനി ഈ 25നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഉത്തരം 5. ഈ 10നെയും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഉത്തരം 2. ഇനി ഈ 2നെ 36 കൊണ്ട് ഹരിക്കുന്നു, ഉത്തരം 18. 18 5 കൂടെ ഗുണിച്ച് എത്ര, 8 5 40, 4 ഇഷ്ടം 90 ഡിഗ്രി. കണ്ടോ, ഇതൊക്കെ ഗുണിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കറിയാം. ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ ഗുണിക്കാം, പിന്നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതൊക്കെ പാടാണ്. ഞാൻ ചെയ്യുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാൽ കിട്ടും. അപ്പോൾ ഒരു വട്ടോടെ പറയാം എങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്തത്. വെട്ടി ചെയ്യുന്ന രീതി ഒന്നുകൂടെ ഒന്ന് സിമ്പിളായി പറയാം. വൺസ് മോർ. ആദ്യമേ ഈ സീറോയും കട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ താണ്ട ഈ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ താഴത്തെ 10നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും, 360 ഇൻറ്റു എത്ര ആവും, 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ബൈ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 2 കിട്ടും. അപ്പം അല്ല, ഈ 0 പോയായിരുന്നേ. എന്നാണ്ട് ഇവിടെ വെച്ച് ഈ 0 പോയായിരുന്നു. അടുത്ത ഈ 2ഉം ഈ 36, 36ന്റെ പകുതി. 36ന്റെ പകുതി എത്രയാ, 18. 18 5 എത്രയാ, 90 ഡിഗ്രി. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. നിങ്ങൾ പെട്ടെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ദാണ്ട ഞാൻ ഒന്നുകൂടെ ആ സ്പീഡപ്പിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ദാണ്ട ഈ സീറോയും കട്ട് ചെയ്യുക. എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് 25നെ ഡിവൈഡ് ചെയ്താൽ 5, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 2നെ 36 ഡിവൈഡ് ചെയ്താൽ 18, 18നെ 5 കൊണ്ട് ഗുണിച്ചാൽ 90 ഡിഗ്രി. മനസ്സിലായല്ലേ. ഇനി പൈ ചാർട്ടിന് വേണ്ടി ആദ്യത്തെ പരിപാടി, ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടെന്ന് അറിയാം. ഈ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ലൈൻ ഇങ്ങനെ വരച്ചിടും, അറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്, ഈ 90 ഡിഗ്രി വരയ്ക്കണം. എന്താണ്ട് ഈ വര വരച്ചിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതാ 90 ഡിഗ്രിയുടെ വര വരയ്ക്കുന്നു, ഇതാ ഇതുപോലെ വരയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തൊരു ഗ്രേഡാണ് കിട്ടുന്നതെന്ന് എഴുതി വയ്ക്കുക, എ ഗ്രേഡ്. ഓക്കെ. അപ്പോൾ അതാ പൈ ചാർട്ടിന് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. വെറുതെ ഒരു ലൈൻ വരയ്ക്കുക. ഇനി എന്നിട്ട് താണ്ട് ഈ ഡിഗ്രിയാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്. നിങ്ങൾ പ്രൊട്ടാക്ടറിൽ വരയ്ക്കണം. എന്തെങ്കിലും പ്രൊട്ടാക്ടർ എടുത്ത് വരയ്ക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് എ ഗ്രേഡ്. ഏത് ഗ്രേഡ്, എ ഗ്രേഡ്. അപ്പോൾ എ ഗ്രേഡിനെ നമ്മൾ എന്ത് ചെയ്തു, പൈ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അടുത്തത് നോക്ക്, ബി ഗ്രേഡ്. എത്ര പേർക്ക് ബി ഗ്രേഡ് കിട്ടിയത്, 45%. അപ്പോൾ നമുക്ക് എഴുതാം ബി ഗ്രേഡ് കിട്ടിയവരെ മാർക്ക് ചെയ്യാൻ വേണ്ടി 360 ഇൻറ്റു എത്ര ശതമാനമാണ്, 45% അല്ലേ. എത്ര ശതമാനമാണ് ബി ഗ്രേഡ്, 45%. അപ്പോൾ എന്ത് ചെയ്യണം, 45 എന്തെന്ന് എഴുതണം, 100. ഇനി ഇവിടെ നോക്ക്, ഈ സീറോയും കട്ട് ചെയ്തു. അത് നിങ്ങൾക്കറിയാം. അടുത്ത പരിപാടി, 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, 9 5 45. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഈ 2നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18. 18 9 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും മക്കളെ, 9 72, 7 ശിഷ്ടം 162 ഡിഗ്രി കിട്ടും. എത്ര ഡിഗ്രി, 162 ഡിഗ്രി കിട്ടും. ഇനി ഈ 162 ഡിഗ്രി എങ്ങനെ മാർക്ക് ചെയ്യാം എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു തരാം. എന്താ ഐഡിയ നോക്ക് മക്കളെ. ഇപ്പം ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചെന്ന് വെച്ചോ. മൊത്തത്തിൽ ഇത് എത്ര ഡിഗ്രി ആയി മാറും, 180 ഡിഗ്രി ആയി മാറും. നമുക്ക് വേണ്ടത് എത്ര ഡിഗ്രി മാത്രമാണ്, 162 എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈൻ എത്രത്തോളം ഇങ്ങനെ നിൽക്കും. ഓക്കെയാണ്. ഐഡിയ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം.
നമുക്ക് വരയ്ക്കേണ്ടത് എത്ര ഡിഗ്രിയാ? 162 ഡിഗ്രിയാ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ദാണ്ട് ഇതുപോലൊരു ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇത് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. നമുക്ക് 180 ഡിഗ്രി വേണോ? എത്ര മതി? 162 മതി. അതുകൊണ്ട് ഈ ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നു, നിങ്ങൾ പ്രൊട്ടാക്ടറിൽ വരയ്ക്കുക. ദാണ്ട് എൻ്റെ 162 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ഗ്രേഡാണ്? ഈ ഭാഗത്ത് ഏത് ഗ്രേഡാണ് മാർക്ക് ചെയ്യേണ്ടത്? ബി ഗ്രേഡ്. ഏത് ഗ്രേഡ്? ബി ഗ്രേഡ്. ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ ബി ഗ്രേഡ് ലൈനെ ഞാൻ എന്താ ബ്ലാക്കിലാക്കാം. വേണ്ട, ബി ഗ്രേഡും വരച്ചു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഏത് ഗ്രേഡാണെന്ന് നോക്ക്. ഏത് ഗ്രേഡ് മാർക്ക് ചെയ്യണം മക്കളെ? 20% ഏത് ഗ്രേഡാ? സി ഗ്രേഡ് കിട്ടിയ കുട്ടികൾ. അപ്പോൾ സി ഗ്രേഡ് എങ്ങനെ മാർക്ക് ചെയ്ത് നോക്കുക? സി ഗ്രേഡ് സമം എന്ത് കിട്ടും? 360 ഇൻറ്റു 20/100. ഏതാ? 360 × 20/100. 360 × 20/100 എന്ന് പറഞ്ഞാൽ 0 കട്ട് ചെയ്യുക. എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 72 ഡിഗ്രിയാണ്. 72 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഈ ഒരു ലൈൻ ഉണ്ടെന്നറിയാം. അപ്പോൾ ഈ ലൈനിൽ ഞാൻ ഇങ്ങനെ വരച്ചാൽ ഇത് എത്ര ഡിഗ്രി ആവും? 90 ഡിഗ്രി ആവും. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി വേണോ? വേണ്ട. നമുക്ക് എത്ര ഡിഗ്രി മതി? 72 മതി. അപ്പോൾ അതാണ്ട് ഈ ലൈനിൽ 90 എന്ന് പറയുമ്പോൾ ഇതുപോലെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ അത് 90 ഡിഗ്രി ആവത്തുള്ളൂ. എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ നിന്നാൽ നമുക്ക് എത്ര ഡിഗ്രി ആവും? 72 എന്ന് പറയുമ്പോൾ ആ വര വർക്ക് ചെയ്യുന്നു. ഇതുപോലെ ഇരിക്കും. ഓക്കെ ആണ്. ഒന്നുകൂടെ വരയ്ക്കാം. കറക്റ്റ് സ്ട്രൈറ്റ് വന്ന്. അപ്പം ഇതുപോലെ ഇരിക്കുന്നതാണ് ഏത് ഡിഗ്രി എന്ന് പറയുന്നത്? ഏതാണ്? സി ഗ്രേഡ് എന്ന് പറയുന്നത്. ഏതാണ്? സി ഗ്രേഡിലെ ആളുകളെ ഇങ്ങനെ മാർക്ക് ചെയ്ത്. അപ്പോൾ ഇത് ബാക്കി ഏത് ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്കറിയാം. ബാക്കി ഏത് ഗ്രേഡും കൂടെ ഉണ്ട് ആ ക്വസ്റ്റ്യനിൽ? ഡി ഗ്രേഡ്. അപ്പോൾ സി ഗ്രേഡ് അവിടെ മാർക്ക് ചെയ്താൽ ഇത് ഏത് ഗ്രേഡ് ആയിരിക്കും? ഡി ഗ്രേഡ് ആയിരിക്കും. അതിൻ്റെ അളവ് വേണമെങ്കിൽ അല്ലെങ്കിൽ ആംഗിൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഡി ഗ്രേഡ് സമം 360 ഇൻറ്റു എത്രയായിരുന്നു ഡി ഗ്രേഡ്? 10%. 10/100 എന്ന് എഴുതാം. 0 കട്ട് ചെയ്താൽ 36 ഡിഗ്രിയാണ് എന്ത്? ഡി ഗ്രേഡ്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ചാർട്ട്? പൈ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുപോലെ ചെയ്യുന്ന പൈ ചാർട്ടും ഉണ്ട്, പെർസെൻറ്റേജ് ചോദ്യം വെച്ചിട്ടുള്ള പൈ ചാർട്ടും മാർക്ക് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇങ്ങനത്തെ 2 ടൈപ്പ് പൈ ചാർട്ടുകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അതോടൊപ്പം പൈ ചാർട്ട് തന്നിട്ട് ചോദ്യം തന്നാലും നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞതാണ്, പൈ ചാർട്ട് തന്നിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈ ചാർട്ട് തരും. എന്നിട്ട് ചോദിക്കും ആരാണ് വിജയിച്ചത്? ഏറ്റവും കൂടുതൽ കളറുള്ള മറിയയാണ് വിജയിച്ചത്. ഇങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ അളവുകൾ തന്നിട്ടുള്ള പൈ ചാർട്ട് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള പൈ ചാർട്ടും ചോദിക്കാം. അപ്പോൾ എല്ലാം മാർക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. എന്താണ് പറയുന്നത്? there are 1600 ബുക്സ് ഇൻ സ്കൂൾ ലൈബ്രറി. സ്കൂളിലെ ലൈബ്രറിയിൽ എത്ര പുസ്തകമുണ്ട്? 1600 പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നു ഞാൻ പൈ ചാർട്ട് മാത്രമേ ഈ വീഡിയോയിലുള്ളതെന്നല്ല. ഈ വീഡിയോയിൽ ഈ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കൺസെപ്റ്റുകളും ചോദ്യങ്ങളുമാണുള്ളത്. അതുകൊണ്ട് പൈ ചാർട്ട് ചോദിക്കും. അതുകൊണ്ട് ആ മാർക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ടൈപ്പ് ചോദ്യവും പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ there are 1600 ബുക്സ് ഇൻ എ സ്കൂൾ ലൈബ്രറി. ഇപ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ 1600 ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ രീതികൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും ഈ 1600 നമ്മുടെ കഥയിലെ ടോട്ടൽ എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വരയ്ക്കാൻ? പൈ ചാർട്ട്. അപ്പോൾ അറിയാം. അപ്പോൾ ആകെ 1600 പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളുടെ വെച്ചുകൊണ്ട് എന്ത് വരയ്ക്കണം? വൃത്തചിത്രം വരയ്ക്കണം. അപ്പം നമ്മൾ ആദ്യത്തെ പരിപാടി നിങ്ങൾക്കറിയാം. നിങ്ങളൊരു കോമ്പസിലെടുത്ത് എന്ത് ചെയ്യും? ഒരു വൃത്തചിത്രം ഇങ്ങനെ അങ്ങ് വരച്ച് വയ്ക്കും. വൃത്തചിത്രം ഇച്ചിരി വലിയ വൃത്തചിത്രം അങ്ങ് വരയ്ക്കും. ഓക്കെയാണ്. ഇപ്പോൾ വൃത്തചിത്രം വരച്ചല്ലോ. വൃത്തചിത്രം കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി നിങ്ങൾക്കറിയാം. ആദ്യത്തെ എന്തൊരു പുസ്തകമാണ്? ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത്. എന്ത് സ്റ്റോറിയാണ്? ഷോർട്ട് സ്റ്റോറി പുസ്തകങ്ങൾ എത്രയുണ്ട് അതിനെ നമ്മൾ മാർക്ക് ചെയ്യണം. പൈ ചാർട്ടിൽ മാർക്ക് ചെയ്യണം. നമുക്കറിയാം ആദ്യത്തെ പരിപാടി എന്തോ? ടോട്ടൽ ആ സർക്കിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ഇൻറ്റു നിങ്ങൾക്കറിയാം എത്ര പുസ്തകങ്ങളുണ്ട്? 1600 പുസ്തകങ്ങളുണ്ട്. അതിൽ എത്രയാണ് കഥാപുസ്തകം അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി പുസ്തകങ്ങൾ? എത്ര? 320. അപ്പം മുകളിൽ എന്ത് കൊടുക്കണം? 320. ഇനി കണക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി വെട്ടി ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഒന്നുകൂടെ വെട്ടി ചെയ്യാം. 0യും ഈ മുകളിലത്തെ 0, എപ്പോഴും താഴത്തെ 0യും മുകളിലത്തെ 0യെ വെട്ടാവൂ. ആവശ്യമില്ലാത്ത വെട്ടരുത്. ഇനി ഈ 0യും ഈ 0യും വെട്ടുക. മീൻസ് അവിടെ ഒരു മേലൊരു 100 ഉണ്ട്, താഴെയും ഒരു 100 ഉണ്ട്. ആ 2 100 എടുത്ത് അങ്ങ് കളഞ്ഞു. അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഈ 2 0 എടുത്ത് കളയുക മീൻസ് ഏതെടുത്ത് കളഞ്ഞു? മുകളിലത്തെ 100ഉം താഴത്തെ 100ഉം അങ്ങ് പോയി. അതാണ് അർത്ഥം, വേറൊന്നുമല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. 32ഉം 16ഉം. ഇതിൻ്റെ ഉത്തരം എന്തോ? 32നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഉത്തരം എത്ര? 2 അല്ലയോ? അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഈ 16ഉം ഇതും തമ്മിൽ ഇട്ട് 2. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും. 36നെ 2 ആയിട്ട് ഗുണിച്ചാൽ എത്ര? 36നെ 2 ആയിട്ട് ഗുണിച്ചാൽ 72 ഡിഗ്രി. എത്ര ഡിഗ്രി? 72 ഡിഗ്രി.
കഴിഞ്ഞേ. ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ സെൻറ്ററിൽ നിന്ന് ഞാനൊരു ലൈൻ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട 72 ആണ്. നമുക്കറിയാം ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ചിട്ടാൽ എത്ര ഡിഗ്രിയാണ് ഇവിടെ? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കത്തല്ലേ ഉള്ളൂ 72 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോമ്പസിലല്ലേ, നിങ്ങൾ പ്രൊട്ടാക്ടറിൽ വരയ്ക്കുക. ഞാൻ ദാ ഇതുപോലെ വരച്ചിട്ടു 72 ഡിഗ്രി. എത്ര ഡിഗ്രി? 72 ഡിഗ്രി. അവിടെ എഴുതി വെക്കും ഞാൻ എന്തെന്ന്? ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രത്തോളമേ ഉള്ളൂ. അപ്പോൾ ഇത്രത്തോളം ഭാഗത്താണ് എന്തുള്ളത്? ഷോർട്ട് സ്റ്റോറി ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഷോർട്ട് സ്റ്റോറി ഇത്രയും ഭാഗത്താണുള്ളത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് പൊയട്രിയാണ്. എന്താണ്? പൊയട്രി അല്ലെങ്കിൽ കവിത. പൊയട്രി അല്ലെങ്കിൽ കവിതയുടേത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 360 ഇൻറ്റു എന്ത് ചെയ്യണം? എത്രയാണ്? 192 ഉള്ളത്. അപ്പം നിങ്ങൾക്കറിയാം 192/1600. ഇത്രയും നിങ്ങൾക്കറിയാം. ഇനി വെട്ടിച്ചെയ്യാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. ഈ സീറോയും ക്യാൻസൽ ചെയ്യുമെന്നും എനിക്കറിയാം. അടുത്തതായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? എളുപ്പമാണ്, പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഈ 160ൻ്റെ പകുതി പറ. 160ൻ്റെ പകുതി എത്ര? 80. ഓക്കെ. ഈ 36ൻ്റെ പകുതി പറ. 36ൻ്റെ പകുതി എത്ര? 18. പ്രശ്നമില്ലല്ലോ. 36ൻ്റെ പകുതി 18. ഇനി 80ൻ്റെ പകുതി പറ. 80ൻ്റെ പകുതി എത്ര? 40. 192ൻ്റെ പകുതി പറ. 192ൻ്റെ പകുതി എന്ന് പറയുമ്പം 18 എന്ന് പറയുമ്പോൾ 9 2 18 96 വരും അല്ലേ? 96. 192ൻ്റെ പകുതി. ഇനി 40ൻ്റെ പകുതി പറ. 20. അതിൽ നിന്ന് ഇവിടേക്ക് വാ. 18ൻ്റെ പകുതി പറ. 9. പ്രശ്നമില്ലല്ലോ. 20ൻ്റെ പാതി പറ. 10. 96ൻ്റെ പാതി പറ. 48 അല്ലേ? 48. പ്രശ്നമൊന്നുമില്ലല്ലോ. 96ൻ്റെ പാതി എന്ന് പറയുമ്പോൾ 48. ഇനിയും പോവും. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നോക്കാം. ഇനി നമുക്ക് പോയട്രിയുടെ ബാക്കി മുകളിൽ എത്ര ഉണ്ട്? 9 ഇൻറ്റു 48 ഉണ്ട്. ബൈ എന്തേ ഉള്ളൂ? അടിയിൽ ഒരു 10 ഉള്ളൂ. 9 ഇൻറ്റു 48 ഇൻറ്റു 10 ഉള്ളൂ. നോക്കുക എത്ര ഉണ്ടെന്ന് നോക്കുക. 9 72, 7 ശിഷ്ടം 9 4 36 7 43 432/10 എന്നാണ് വന്ന് നിൽക്കുന്നത്. അപ്പം 43 എത്രയെന്ന് പറയുമ്പോൾ എത്ര വരും? 43.2. 43.2 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കണക്ക് ചെയ്ത് വന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കും. ഞാൻ പകുതി എടുത്തൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കുന്നുള്ളവർക്ക് വീഡിയോ ഒന്ന് സ്ലോയിൽ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കി പഠിക്കാം. കണ്ടല്ലോ. അപ്പോൾ 43.2 ഡിഗ്രിയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെയും ഞാൻ പറയുന്നു, ദാണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട്. അതോടൊപ്പം എന്താ 90 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര വരും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദാണ്ട് ഇത്രയുമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദാണ്ട് ഈ ലൈനിൽ തുടരുത്. ആ ലൈൻ നമുക്ക് വേണ്ടല്ലോ. ആ ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത് വരയ്ക്കാൻ ദാണ്ട് ഈ ലൈനിൽ ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് എത്ര ഡിഗ്രി? 90 ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്ക് വരയ്ക്കേണ്ട എത്ര ഡിഗ്രിയാണ്? 43 ഡിഗ്രി. 43 എന്ന് പറയുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ കൂടെ പോകും. സെൻറ്ററിൽ കൂടെ പോകുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മാറ്റുമ്പോൾ എത്ര ഡിഗ്രിയായി? 43.2 ഡിഗ്രിയായി എന്ന് പറയുമ്പോൾ അത് ഇത്രയേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ 43.2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് മാർക്ക് ചെയ്യണം എന്താണ്? പൊയട്രി എന്ന് മാർക്ക് ചെയ്തു. എന്ത് മാർക്ക് ചെയ്തു? പൊയട്രി. ഇനി നമുക്കുള്ള എന്താണ്? നോവലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് എന്താണ്? നോവലാണ്. അപ്പോൾ നോവലിനെ എങ്ങനെ മാർക്ക് ചെയ്യാം? നോവൽ സമം എത്രയാണ് നോവലുള്ളത്? 384. 384 അല്ല, ആദ്യത്തെ സ്റ്റെപ്പ് 384 അല്ലല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറന്നു പോരുത്, ഞാൻ മറന്നു പോരുത്. 360 ഇൻറ്റു എത്ര ഡിഗ്രി? 384/1600 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ ആണേ? ഇതറിയാം. ഇനി നമുക്ക് വെട്ടിച്ചെയ്യണം. വെട്ടിച്ചെയ്യാനായിട്ട് ആദ്യത്തെ പരിപാടി സീറോയും ഈ സീറോയും കട്ട് ചെയ്തു. ഇനി പകുതി പറയാം. മേലത്തെ പകുതി പറയണം, താഴത്തെ പകുതി പറയണം. രണ്ടിൻ്റെ പട്ടിക ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തെ പരിപാടി 36ൻ്റെ പകുതി പറഞ്ഞു എത്ര? 18. 36ൻ്റെ പകുതി എത്ര? 18. 160ൻ്റെ പകുതി പറഞ്ഞു എത്ര? 80. 18ൻ്റെ പാതി പറഞ്ഞു 9. അടുത്ത 80ൻ്റെ പാതി പറഞ്ഞു 40. ഓക്കെ, സെറ്റായി. ഇനി തിരിച്ച് 384ൻ്റെ പാതി എന്ന് പറയുമ്പോൾ ഒരു വട്ടം, 18 എന്ന് പറയുമ്പോൾ 9 വട്ടം, പിന്നെ 2 192. ഓക്കെ ആണേ? ഈ 40ൻ്റെ പാതി എന്ന് പറയുമ്പോൾ എത്ര? 20. 192ൻ്റെ പാതി ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. പറ്റും. 192ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര? 9 2 18 96. ഇനി 20ൻ്റെ പാതി എന്ന് പറയുമ്പോൾ എത്ര? 10 എന്ന് പറയുമ്പോൾ ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 96/10 എന്ന് വരും. ഇപ്പോൾ അടുത്ത എന്തേ ബാക്കിയുള്ളൂ? 96/10 ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി? 9.6 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. എത്ര ഡിഗ്രിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? 89.6 ഡിഗ്രിയാണെന്ന് തോന്നുന്നു മാർക്ക് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടുള്ളത് ഏതിനെക്കുറിച്ചാണ്? നോവലാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. നോവൽ. അപ്പോൾ നോവൽ എന്ന് പറയുമ്പോൾ എത്രയുള്ളത്? 384 ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 360 ഇൻറ്റു
384/1600 എന്ന് എഴുതും. ഇനി നമ്മൾ വെട്ടും, വെട്ടലോട് വെട്ടല. നമുക്ക് ഈ പൂജ്യവും വെട്ടി. ഇനി നമ്മൾ പകുതി പറയുക. വളരെ സിമ്പിളാണ്. മുകളിൽ പറഞ്ഞാൽ പിന്നെ താഴെ, മുകളിൽ അങ്ങനെ പറഞ്ഞങ്ങ് പൊക്കോണം, എളുപ്പമാണ്. അപ്പം ഞാൻ മുകളിൽ പറയുന്നു 36ന്റെ പാതി എത്ര? 18. അപ്പം താഴത്തെ ഒരെണ്ണത്തിൻ്റെ പാതി പറയണം. 160ന്റെ പാതി എത്ര? 80. പിന്നെയും മുകളിലത്തെ 18ന്റെ പാതി എത്ര? 9. അപ്പം 80ന്റെ പാതി എത്ര? 40. അതും കഴിഞ്ഞു. ഇനി ഇത് 384ന്റെ പാതി എത്ര? 192 ആയിരിക്കും. 40ന്റെ പാതി എത്ര? 20 ആയിരിക്കും. അടുത്ത 192ന്റെ പാതി എന്ന് പറയുമ്പോൾ എത്ര? 96. 20ന്റെ പാതി എന്ന് പറഞ്ഞാൽ എത്ര? 10. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 9 × 96/10 ആണ് ഉള്ളത്. 9 × 96 എന്ന് പറഞ്ഞാൽ 9 6 54, 5 ഇഷ്ടം 9 31 5 86, 864/10 എന്ന് വരും. എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 86.4 ഡിഗ്രി. ഓക്കെ, അപ്പം നോവൽ എത്ര ഡിഗ്രി ഉണ്ട്? നോവൽ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്? 86.4 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പോൾ അടുത്തതായിട്ട് ഈ ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരച്ചാലാണ് അത് 90 ഡിഗ്രി ആകുന്നത്. അപ്പോൾ 90യും കൊട്ടിയും കുറച്ച് കുറവാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. ഓക്കെയാണ്. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് ഏതാണ്ട് ഇത് 90 ഡിഗ്രി അല്ല, 86 പോയിന്റ് ആണ്. ഇത് എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ നോവലാണ്. ഓക്കെയാണ്, നോവൽ മാർക്ക് ചെയ്തു. ഇനി നമുക്കുള്ളത് നോക്ക്, നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്കിനിയുള്ളത് ആരാണ്? വിജ്ഞാനപ്രദമായ, സയൻസ് എന്ന് പറയുന്നത്. വിജ്ഞാനപ്രദമായവ എന്ന് പറയുമ്പോൾ സയൻസ് എന്നാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സയൻസ് പറയണം. സയൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് ചോദിച്ചാൽ 360 ഇൻറ്റു എന്തിൽ ചെയ്യണം? 544 360 × 544/1600 ആണ് ചെയ്യേണ്ടത്. വെട്ടി ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെ പെട്ടെന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം എടുക്കും. ഇത് തമ്മിൽ വെട്ടി. ഇനി മുകളിൽ വെട്ടി തുടങ്ങുക. 36ന്റെ പാതി പറ? 18. 160ന്റെ പാതി പറ? 80. ഇനി അടുത്ത 18ന്റെ പാതി പറ? 9. 80ന്റെ പാതി പറ? 40. അടുത്ത മുകളിൽ തന്നെ 544ന്റെ പാതി എന്ന് പറയുമ്പോൾ 2 2 4 17 14 272. 40ന്റെ പാതി പറ? 20. അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടുള്ളതെന്ന് പറയുന്നത് എത്രയാണ്? 272നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 136 വരും. 20നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 വരും. എന്ന് പറയുമ്പോൾ ബാക്കി ഇവിടെ എന്തൊക്കെയുണ്ട്? 136 × 9 ഉണ്ട്. അടിയിൽ എന്തുണ്ട്? 10 ഉണ്ട്. 136 × 9 എന്ന് പറയുമ്പോൾ 9 6 54, 5 ഇഷ്ടം 9 3 27, 5 32, 3 ഇഷ്ടം 122. എന്ന് പറയുമ്പോൾ 122 1224/10 എന്ന് പറയുമ്പോൾ 122.4 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എത്രയാണ്? 122.4 ഡിഗ്രിയാണ്. എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ എത്ര ഡിഗ്രിയാണ് ഇവിടെ? 90 ഡിഗ്രി. അപ്പം 122 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഏത് ഭാഗം എന്ന് പറയും? നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഏത് ഭാഗം? സയൻസ്. അപ്പോൾ ഇവിടെ എഴുതി വയ്ക്കുന്നു സയൻസ്. ഇനി എന്ത് ഭാഗം കൂടെ ഉണ്ട് ബാക്കിയായിട്ട്? ജീവചരിത്രം അല്ലെങ്കിൽ ബയോഗ്രഫി. അത് കണ്ടുപിടിക്കാനൊന്നും നിൽക്കേണ്ട, നിങ്ങളിതാ ഇവിടെ എഴുതി വയ്ക്കുക ബയോഗ്രഫി. എന്തെന്ന് എഴുതി വയ്ക്കുക? ബയോഗ്രഫി എന്നെഴുതി വെച്ചേക്കുക. എല്ലാത്തിൻ്റെ ഡിഗ്രീസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാണ്ട് അവസാനത്ത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ബയോഗ്രഫി സമയം പോകും. അതുകൊണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു പൈ ചാർട്ട് കാണുമ്പോഴേ ഏറ്റവും കൂടുതൽ ഏത് പുസ്തകം അവിടെ ഉള്ളത്? സയൻസ് പുസ്തകം ഉള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ പാഠത്തിൽ നിന്നും ഈ അവസാനത്തെ പൈ ചാർട്ട് നിങ്ങൾ തെറ്റിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി ഇരിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത പാഠത്തിലെ ചോദ്യങ്ങൾ പഠിച്ച് തുടങ്ങാം. ഇനി നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് എന്ത്? സ്ക്വയേർഡ് റിലേഷൻ എന്ന് പറയും. അപ്പോൾ ആ സിദ്ധാന്തത്തിൻ്റെ പേര് പഠിക്കണം. പൈതഗോറസ് തിയറം. എന്താണ് ആ തിയറത്തിൻ്റെ പേര്? പൈതഗോറസ് തിയറം. റിലേഷൻ ബിറ്റ്വീൻ ദ സൈഡ്സ് ഓഫ് എന്ത് ട്രയാങ്കിൾ? റൈറ്റ് ട്രയാങ്കിൾ. ഇപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളുമായി ബേസ് ചെയ്ത് വരുമ്പോൾ എന്ത് ട്രയാങ്കിളാണ്? നോക്കിയോ, പൈതഗോറസ് പ്രമാണം ഒരു മട്ടത്രികോണത്തിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ കേസിൽ ഒരു തിയറം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ആ തിയറമാണ് പൈതഗോറസ് തിയറം. ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് ഇറ്റ്സ് എ ഹൈപ്പോട്ടന്യൂസ്. അതിലെ ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ പേരെന്തെന്ന് വിളിക്കും? കർണം. എന്തെന്ന് വിളിക്കും? കർണം. അപ്പോൾ ഏത് ത്രികോണത്തിൻ്റെ കേസിലാണ്? മട്ടത്രികോണത്തിൻ്റെ കേസിൽ. അപ്പോൾ എന്താണ് എന്ന് നമുക്ക് ദാണ്ട് ഇതുപോലെ ഞാൻ വരച്ച് മനസ്സിലാക്കി തരാം. ഇതുപോലൊരു മട്ടത്രികോണം എന്ന് വിളിക്കണമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. എന്താണ് മട്ടത്രികോണം? ഒരു മട്ടത്രികോണത്തിൻ്റെ ദ സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. കണ്ടല്ലോ, എന്ത് ട്രയാങ്കിൾ? റൈറ്റ് ട്രയാങ്കിൾ. കണ്ടോ? അപ്പം ഞാൻ റൈറ്റ് ട്രയാങ്കിൾ മാർക്ക് ചെയ്തു.
ഈ റൈറ്റ് ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുത്തു ABC എന്ന് ഞാൻ പേര് കൊടുത്തു. അപ്പം മനസ്സിലാക്കുക, ഈ പൈതഗോറസ് പ്രമാണം അല്ലെങ്കിൽ എന്താണ് പൈതഗോറസ് തിയറം അനുസരിച്ച് ദ സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ടിന്യൂസിന്റെ വർഗം എന്ന് വെച്ചാൽ എന്തോ BC എന്ന് പറയുന്ന സൈഡിന്റെ നീളം. ഇപ്പം ഇവിടെ ഒരു 3 ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു 4 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ എന്തുമായിരിക്കും 5 വരേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇവിടെ 3 ഉണ്ട് 4 ഉണ്ട്. ഏതൊക്കെയാണ്? ഇപ്പം ഇവിടുത്തെ നീളം 3 സെൻറ്റിമീറ്റർ എന്നും ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ BCയുടെ സ്ക്വയർ സമം എന്ന് പറഞ്ഞാൽ ഈ BC എന്ന് പറയുന്ന ഈ നീളം കൂടിയ സൈഡിനെ വിളിച്ച പേരാണ് ഹൈപ്പോട്ടിന്യൂസ്, അല്ലെങ്കിൽ മലയാളം കർണം. എന്തെന്ന് വിളിച്ചത്? കർണം. എന്തെന്ന് വിളിച്ചത്? കർണം. കണ്ടോ? അപ്പൊ കർണം എന്ന് വിളിച്ചത് ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ നീളം കൂടിയ സൈഡിനെ വിളിച്ച പേരാണ് ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം. ഈ ട്രയാങ്കിളിന്റെ പേരെന്തോ? റൈറ്റ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ മലയാളം മട്ടത്രികോണം. കേട്ടല്ലേ? അപ്പോൾ 90 ഡിഗ്രി വരുന്ന ഈ ത്രികോണത്തിനെ വിളിച്ച പേരാണ് മട്ടത്രികോണം. ആ മട്ടത്രികോണത്തിന് നീളം കൂടിയ സൈഡാണ് ഏതെന്ന് പറയുന്ന ഹൈപ്പോട്ടിന്യൂസ്. ആ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ മീൻസ് BCയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണെന്ന് ചോദിച്ചാൽ ABയുടെ സ്ക്വയറിന്റെ കൂടെ ACയുടെ സ്ക്വയർ കൂട്ടുന്നതാണ്. ഇതാണ് നമുക്ക് പഠിച്ചു വെച്ചേക്കാനുള്ള ഏത് തിയറം? പൈതഗോറസിന്റെ പ്രമാണം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം. ഇത് ഏത് ത്രികോണത്തിന്റെ കേസിൽ വർക്കാവൂ? റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ കേസിൽ മാത്രം. അപ്പം മട്ടത്രികോണത്തിന്റെ കേസിൽ 90 ഡിഗ്രി വരുന്നൊരു ട്രയാങ്കിൾ വന്നാൽ അതിൻ്റെ നീളം കൂടിയ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് 2 സൈഡിൻ്റെയും കൂടെ സൈഡിൻ്റെ എന്ത് കൂട്ടുന്നതാണ്? സ്ക്വയർ തമ്മിൽ കൂട്ടുന്നത് ആണ്. ഈ തിയറം പഠിക്കണം. ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കാതെ പോവരുത്. ഉറപ്പായിട്ടൊരു ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം കിടക്കുന്നു. ചോദ്യം പഠിക്കുക. എന്താ കണ്ടുപിടിക്കണ്ടേ? ഏരിയ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ത്രികോണത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എന്താണ്? ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഇവിടെ ഹാഫ് ഉണ്ട്. ബേസ് എന്ന് പറയുന്നത് ഏതെന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഈ ചുമന്ന ലൈനിൽ വരച്ച നീളമാണ്. ഞാൻ പേര് കൊടുക്കാം AB എന്ന ത്രികോണത്തിൻ്റെ താഴത്തെ സൈഡ് ഇവിടെ C എന്ന് കൊടുത്താൽ ബേസിൻ്റെ നീളം എന്ന് പറയുന്നത് AB ആണ്. AB ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാനൊരു E എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ EC എന്ന് ചെയ്യണം. കണ്ടല്ല? അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബേസിൻ്റെ നീളവും ഈ ഹൈറ്റിൻ്റെ നീളവും വേണം. നമ്മുടെ കയ്യിൽ ബേസ് ഉണ്ടോ? ഇല്ല. ഇവിടെ 7. ഈ നീളം എത്രയാണെന്ന് അറിയത്തില്ല. ഹൈറ്റ് എത്രയാണെന്നുണ്ടോ? അറിഞ്ഞുകൂടാ. പക്ഷെ ഈ ത്രികോണത്തിന്റെ പേരെന്തുവാ? നിങ്ങൾ ആലോചിച്ച് നോക്കിതാണ്ട് ഈ ത്രികോണത്തിന്റെ പേരെന്തുവാ നോക്കിയാണ്, അല്ലെ ഈ ത്രികോണത്തിന്റെ എന്തൊരു ത്രികോണമാണെന്ന് നോക്കിയാണ്. ഇത് എന്തൊരു ത്രികോണം? 90 ഡിഗ്രി ഉള്ള ത്രികോണം അല്ലേ? അപ്പൊ ഇതൊരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം എഴുതാൻ പറ്റും. നിങ്ങൾക്കറിയാം AE അല്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം എഴുതുക. AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ ത്രികോണത്തിന്റെ കേസാണ്. ഇതാ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഇതാണല്ലോ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ്. എന്തുകൊണ്ട്? ഇതാ ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ എന്താ? ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ സമം എന്ത് വരും? AEയുടെ സ്ക്വയറിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ECയുടെ സ്ക്വയർ കൂട്ടിയാൽ മതി. ഏതനുസരിച്ച്? ഈ തിയറം അനുസരിച്ച്, പൈതഗോറസിന്റെ പ്രമാണം അല്ലെങ്കിൽ തിയറം അനുസരിച്ച് ഇത് എഴുതാൻ പറ്റും. ഏത് ട്രയാങ്കിളിന്റെ കേസിൽ? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ കേസിൽ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ മീൻസ് ACയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി 2 സ്ക്വയറും കൂടെ കൂട്ടുന്നത് ആണ് എന്ന് എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ACയുടെ സ്ക്വയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 25 ആണ്. AC എന്ന് പറയുന്നത് 25 എന്നുണ്ട്. അപ്പൊ 25ന്റെ സ്ക്വയർ സമം AEയുടെ സ്ക്വയർ ഉണ്ട് 7ന്റെ സ്ക്വയർ പ്ലസ് ആരാണ്? ECയുടെ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നമുക്ക് EC കണ്ടുപിടിച്ചുകൂടെ? ECയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് അപ്പുറത്തോട്ടുണ്ട്. എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം, ധൈര്യമായി എഴുതാം. EC സ്ക്വയർ സമം
എന്ത് ചെയ്യണം? 25ന്റെ സ്ക്വയറിൽ നിന്നും 7ന്റെ സ്ക്വയർ കുറയ്ക്കണം. എങ്ങനെ കിട്ടിയതാ? ഈ +7ന്റെ സ്ക്വയർ അപ്പുറത്തോട്ട് പോയപ്പോൾ എന്തൊരു സ്ക്വയറായി? -7ന്റെ സ്ക്വയറായി മാറി. അപ്പൊ നമുക്ക് പറ EC സ്ക്വയർ സമം എത്ര? 625 എത്ര കുറയ്ക്കണം? 49 കുറയ്ക്കണം. അപ്പൊ 625 49 കുറച്ച് നോക്കുക മക്കളെ. 625 49 കുറച്ച് കഴിഞ്ഞാൽ 15 ഇവിടെ 6 വരും, ഇവിടെ 11 ആകും, 7 വരും, 576. അപ്പൊ EC സ്ക്വയർ സമം 576 എന്ന് കിട്ടും. EC സ്ക്വയർ സമം 576. ECയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 576. മക്കളെ ഇനി നമുക്ക് 576നെയാണ് കണ്ടുപിടിക്കേണ്ടത്. 576 അല്ലെങ്കിൽ EC സമം എന്താ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്കറിയാം. ഈ സ്ക്വയർ അപ്പുറത്തോട്ട് എന്താ? റൂട്ട് 576. 576ന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 576നെ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ പോരെ. 6 എന്ന് പറയുമ്പോൾ 2 അടങ്ങുമായിരിക്കുമല്ലോ. 2 അടങ്ങുമോ? ഒന്ന് നോക്കാം. 2 കൊണ്ട് ചെയ്ത് നോക്കാം. 2 2 4 വരും, 17 ആവും. അവിടുന്ന് 8 2 16 ആവും. 288 അല്ലേ? കറക്റ്റല്ലേ? 282 2 2 4 17 എന്ന് പറയുമ്പോൾ 8 2 16 വരും, പിന്നെ 288. പിന്നെ 2 കൊണ്ട് ചെയ്യുന്നു, ഒരു വട്ടം 144 എന്ന് വരുന്നു. പിന്നെ 2 കൊണ്ട് ചെയ്യാം എത്ര? 72. പിന്നെ 2 കൊണ്ട് ചെയ്യാം 36. പിന്നെ 2 കൊണ്ട് ചെയ്യാം എത്ര? 18. പിന്നെ 2 കൊണ്ട് ചെയ്യാം എത്ര കിട്ടും? 9. പിന്നെ 3 കൊണ്ട് ചെയ്യാം 3. ഓക്കെ ആണേ? ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റണം. അപ്പോൾ റൂട്ട് 576ന്റെ ഉത്തരം എങ്ങനെ കിട്ടുമെന്ന് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക എന്ന് എനിക്കറിയാം. അപ്പം അതിന് വേണ്ടി ഈ 2ന്ന് ഒരു 2 എഴുതുക, ഇൻറ്റു ഈ 2 2ന്ന് ഒരു 2 എടുത്ത് എഴുതുക. അതാണ്ട് ഈ 2 2ന്ന് ഒരു 2 എടുത്ത് എഴുതുക. അടുത്ത ഈ 2 3ന്ന് ഒരു 3 എടുത്ത് എഴുതുക. എന്നിട്ട് ഗുണിച്ച് നോക്കുക. 2 2 4 4 8 8 3 എന്ത് കിട്ടും? 24. അപ്പോൾ റൂട്ട് 576 സമം എത്ര? 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഈ നീളം, ഈ ECയുടെ നീളം കിട്ടി 24 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പം എന്ത് കിട്ടി? ½ ഇൻറ്റു AB ഇൻറ്റു EC കിട്ടി 24 കേട്ടല്ലോ. ½ ഇൻറ്റു AB ഇൻറ്റു EC എത്ര കിട്ടി? 24 എന്ന് കിട്ടി. എത്ര കിട്ടി? 24. ഓക്കെ ആണേ? ഓക്കെ ആണേ? ഓക്കെയാണ്. അതാണ്ട് EC കിട്ടി എത്ര കിട്ടി? 24. സംശയമൊന്നുമില്ല. EC കിട്ടി 24. ഇനി നമുക്ക് വേണ്ടുള്ള എന്താണ്? ഈ ഭാഗം കിട്ടണം. കണ്ടല്ലേ? EB കിട്ടണം. ഏത് നീളം ഇനി വേണ്ടത്? EB നമുക്ക് വേണം. എന്ത് വേണം? EB കിട്ടിയാലേ നമുക്ക് AB എഴുതാൻ പറ്റും. ABക്ക് ഇവിടെ 7 ഉണ്ട്. ഈ നീളം നമ്മുടെ കയ്യിൽ ഇല്ല. EB വേണം. അപ്പം നമ്മൾ അടുത്ത വേണ്ടി ചെയ്യാൻ തുടങ്ങുന്നു. EB കണ്ടുപിടിക്കണം. EB ആണ് നമ്മുടെ ലക്ഷ്യം. AB കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഞാൻ ഈ മട്ടത്രികോണം കൺസിഡർ ചെയ്യുന്നു. ഈ മട്ടത്രികോണം കൺസിഡർ ചെയ്യുന്നു. ഈ മട്ടത്രികോണത്തിൽ നിങ്ങൾക്കറിയാം ഇതാണല്ലോ ഹൈപ്പോട്ടിന്യൂസ്. നോക്കി, ഈ 90 ഡിഗ്രി അതിന് ഓപ്പോസിറ്റ് ഇതാണല്ലോ ഹൈപ്പോട്ടിന്യൂസ്. അപ്പം നമുക്ക് എഴുതാം BC സ്ക്വയർ സമം എന്താണ്? BC സ്ക്വയർ സമം എന്തെന്ന് എഴുതാം? BCയുടെ സ്ക്വയർ സമം EB സ്ക്വയർ പ്ലസ് EC സ്ക്വയർ എന്ന് എഴുതാം. എന്തെന്ന് എഴുതാം? EB സ്ക്വയർ പ്ലസ് EC സ്ക്വയർ എന്ന് ധൈര്യമായി എഴുതാം. അവിടെ നിന്ന് BC സ്ക്വയർ എത്ര? 26ന്റെ സ്ക്വയർ സമം EB നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. EB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ EB സ്ക്വയർ പ്ലസ് EC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24ന്റെ സ്ക്വയർ എന്ന് ധൈര്യമായിട്ട് കിട്ടും. അവിടെ നിന്ന് EB സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 26ന്റെ സ്ക്വയറിൽ നിന്നും കുറയ്ക്കണം 24ന്റെ സ്ക്വയർ. കണ്ടല്ലോ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. EB സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ ഇത് അപ്പുറത്തോട്ട് കൊണ്ടുപോയി കുറയ്ക്കണം. എന്താണ്ട് കുറയ്ക്കുന്ന പോലെ ആയി. അപ്പോൾ അവിടെ വന്ന് നമുക്കിനി 26ന്റെ സ്ക്വയർ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ 26 × 26 ഗുണിച്ച് നോക്കണം. 6 6 36 3 ഇഷ്ടം 6 2 12 15 6 2 12 ഇഷ്ടം 1 2 4 1 5 6 7 676. അപ്പോൾ EB സ്ക്വയർ സമം എത്രയാണ്? 676 നിന്ന് കുറയ്ക്കണം എത്രയാണ്? 576. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി EB സ്ക്വയർ സമം എത്രയാണ് മക്കളെ? 100. അപ്പോൾ EB സമയം എത്രയാണ്? √100 അല്ലെങ്കിൽ EB സമയം എത്രയാണ്? 10. EB സമം 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് EBയും കിട്ടി എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. EBയും കിട്ടി 10. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ AB എത്ര? AB എന്ന് പറയുമ്പോൾ ഈ 7ഉം ഈ 10ഉം കൂടെ കൂട്ടുന്നതല്ലേ AB എന്ന് പറയുന്നത്. അപ്പോൾ AB എത്ര? 17. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ½ ഇൻറ്റു 17 ഇൻറ്റു 24. ഇവിടെ വെച്ച് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. ഈ 2ഉം 24 കൂടെ വെട്ടി എത്ര എഴുതാം? 12. അപ്പോൾ ഉത്തരം 17 ഇൻറ്റു 12 കിട്ടും. 7 2 14 ഇഷ്ടം 2 2 3 7 1 7 1 1 1 മീൻസ് 4 7 3 10 ഇഷ്ടം 204.
അപ്പോൾ ഉത്തരം 204 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ എന്ത് ഏരിയ അല്ലെങ്കിൽ എന്ത് പരപ്പളവ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പരപ്പളവ് എത്ര കിട്ടി? 204 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. റൂട്ട് 576 കണ്ടുപിടിക്കുന്ന ഐഡിയയും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു പടത്തിൻ്റെ ഏരിയ എത്ര കിട്ടി? 204 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. എങ്ങനെ ഒപ്പിച്ചു? അതിനുവേണ്ടി ഹൈറ്റും ബേസും കണ്ടുപിടിച്ചു. ഓക്കെയാണ്, സെറ്റാണ്. ഇനി മറ്റൊരു ചോദ്യമുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഈ ഒരു ബേസിൽ ഈ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ പഠിക്കാനുണ്ടായിരുന്ന ചോദ്യമാണ്. ടോട്ടൽ ഏരിയ തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ചുറ്റളവ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവ് എന്ന് വെച്ചാൽ ദാണ്ട് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും കൂട്ടിയാൽ എത്ര കിട്ടും എന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് വായിച്ചു നോക്കും പറയാം, ദ ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട് ഈസ് 2200. ഈ ടോട്ടൽ ഏരിയ, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ, അതാ ഇതിൻ്റെ ഏരിയയും കൂടെ കൂട്ടുന്ന എത്രയാണ്? 2200 ആണെന്നറിയാം. എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ വരി എഴുതാം. ഏരിയ ഓഫ് സ്ക്വയർ അല്ലേ, സ്ക്വയറിൻ്റെ ഏരിയയും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയയും അതോടൊപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ കേട്ടോ, ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടുന്ന, ഈ രണ്ടിൻ്റെയും കൂടെ ഏരിയ കൂട്ടുന്നതാണ് 2200 എന്ന് പറയുന്നത്. തെറ്റാണ്, അത് നിങ്ങൾക്ക് പറയാൻ മനസ്സിലായി. ഏതാ? ഈ സ്ക്വയറിൻ്റെയും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടി എത്ര? 2200. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്, ഇവിടെ 40 വന്നാൽ ഇത് സ്ക്വയർ ആയതുകൊണ്ട് എന്താ ഇവിടെയും 40, ഇവിടെയും 40, ഇവിടെയും 40, സംശയമില്ലല്ലോ. എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 40 × 40 ആകുന്നു, അല്ലെങ്കിൽ 1600 ആകുന്നു. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാ? 1600 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏരിയ ഓഫ് ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടിൻ്റെയും കൂടെ 2200 എത്ര കുറയ്ക്കണം? 1600 കൂടെ കുറയ്ക്കണം. മീൻസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാ? 600. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ എഴുതാം, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600 ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? 600 ആണ്. നമുക്ക് എന്തോ വേണ്ടേ മക്കളെ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ആണ്. ദാണ്ട് ഈ വശം കിട്ടി നമുക്ക്, ദാണ്ട് ഈ വശവും ഇല്ല ഈ വശവും ഇല്ല, ഈ രണ്ട് വശങ്ങൾ കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. അപ്പോൾ പെരിമീറ്റർ എഴുതാൻ ദാണ്ട് ഈ വശവും കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് മനസ്സിലായി എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണ്. നോക്ക്, ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് മക്കളെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 600. സംശയമൊന്നുമില്ല. ഇനി നിങ്ങൾക്കറിയാം ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യാൻ നേരത്തെ ദാണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത 2 അപ്പുറത്ത് പോകുമ്പോൾ എന്തോ ഗുണമായിട്ട് മാറുന്നു. അപ്പോൾ എന്ത് കിട്ടും? ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1200 കിട്ടും. ഇനി നിങ്ങൾ നോക്ക്, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 അല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് 40 അല്ലേ? ഹൈറ്റ് ഇതാണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അപ്പോൾ ഈ ഹൈറ്റ് എത്ര കിട്ടി? 40 എന്ന് പറയുമ്പോൾ ബേസ് ഇൻറ്റു 40 സമം 1200. അവിടെ നിന്ന് ബേസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1200 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 കട്ട് ചെയ്തു. 120 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 30 സെൻറ്റിമീറ്റർ ആണ് ബേസ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 30 സെൻറ്റിമീറ്റർ. ഓക്കെയാണ്. അപ്പോൾ ആ 30 കിട്ടിയത് മനസ്സിലായല്ലേ? എങ്ങനെയാണ് ദാണ്ട് ഈ 30 കിട്ടിയത്? ദാ ഇങ്ങനെയാണ് 30 കിട്ടിയത്. നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 600. ഈ ഹാഫ് അപ്പുറത്ത് പോയപ്പോൾ ഗുണിച്ചു 1200. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 40 ആകുന്നു. അതുകൊണ്ട് ബേസ് എത്ര കിട്ടി? 30 കിട്ടി. ഇനി നമുക്ക് വേണ്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഇപ്പം എന്തിന് ഞാൻ പേര് കൊടുക്കുന്നു ABC എന്ന് കൊടുത്താൽ നമുക്കറിയാം ഇത് എത്ര ഡിഗ്രി ട്രയാങ്കിളാ? 90 ഡിഗ്രി ട്രയാങ്കിളാ അല്ലേ? നോക്കുതാണ്ട് ഇത് എന്തൊരു ട്രയാങ്കിളാ? അതാണ്ട് ഇതൊരു മട്ടത്രികോണമാണ്, അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ വന്നാൽ അവിടെ പൈതഗോറസിന്റെ തിയറം ഉപയോഗിക്കുമെന്ന് നമുക്കറിയാം. പൈതഗോറസിന്റെ തിയറം അനുസരിച്ച് BC സ്ക്വയർ സമം ഏതൊക്കെ കൂട്ടുന്നതാണ്? AB സ്ക്വയർ പ്ലസ് ഏതാണ്? AC സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാം BC സ്ക്വയർ കണ്ടുപിടിക്കണം എനിക്ക്. സമം AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30ന്റെ സ്ക്വയർ പ്ലസ് എത്രയാണ്? 40ന്റെ സ്ക്വയർ ആണ്. എന്ന് പറയുമ്പോൾ 900 പ്ലസ് എത്രയാണ്? 1600 ആണ്. അവിടെ നിന്ന് BC കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് കണ്ടുപിടിക്കണം? റൂട്ട്. അവിടെ നിന്ന് BC സമം റൂട്ട് 2500. BC സമം നിങ്ങൾക്കറിയാം ഏതൊക്കെ തമ്മിൽ ഗുണിച്ചാലാണ് 2500 കിട്ടുന്നത്? എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് BC സമം 50 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ BC സമം എത്ര കിട്ടി? 50 സെൻറ്റിമീറ്റർ. അപ്പോൾ BC സമം 50. അവിടെ നിന്ന് പെരിമീറ്റർ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഇതാ ഈ 40 കൂട്ടണ്ടേ. അപ്പം ചുറ്റളവ് സമം 40 പ്ലസ്
പിന്നെ അടുത്തതാ ഈ 30 കൂട്ടണ്ടേ, യെസ് 30. അടുത്തതാ ഈ 50 കൂട്ടണ്ടേ, അപ്പോൾ പ്ലസ് 50 പ്ലസ് ഈ 40 കൂട്ടണ്ടേ, യെസ് പ്ലസ് 40 പ്ലസ് ഇനി ഈ 40 കൂട്ടണ്ടേ, പ്ലസ് 40 കേട്ടല്ല. അപ്പോൾ ഇത്രയും കൂട്ടിയാൽ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്താണ്ട ഈ 40ഉം ഈ 30ഉം ഈ 50ഉം ഈ 40ഉം ഈ 40ഉം കൂടെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. എന്ന് പറയുമ്പോൾ ചുറ്റളവ് എത്ര, 40, 80, 120, 150, 200. ചുറ്റളവ് എത്ര, 200 സെന്റിമീറ്റർ ആണ്. ഈ പടത്തിന്റെ ഏത് പടത്തിൻ്റെതാ, ഈ പടത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 200 സെന്റിമീറ്റർ. ഇതിനു വേണ്ടി നമ്മൾ പഠിച്ച തിയറം ഏതാണ്, ഈ കണക്കുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ് ഈ പറയുന്ന പൈതാഗോറസിന്റെ പ്രമാണം അല്ലെങ്കിൽ പൈതാഗോറസ് തിയറം. പൈതാഗോറസ് തിയറം ഏത് ട്രയാങ്കിളിനാണ് വരുന്നത്, 90 ഡിഗ്രി വരുന്ന മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ. ആ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ രണ്ടെണ്ണം. അത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ്. ഇനി നമ്മൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് പരീക്ഷ നാളെയാണ്, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഉച്ചവരെ സമയമുണ്ട് ഇത് പഠിച്ചെടുക്കാൻ. ഇനി കുറച്ച് പേർക്ക് പിന്നീടാണ് പരീക്ഷ, 7ാം ക്ലാസ്സിൽ അറിയാമല്ലോ. UP ഉള്ളവർക്കാണ് ഇപ്പോൾ പരീക്ഷ, അല്ലാത്ത സ്കൂളുകൾക്ക് പിന്നീടാണ് മാത്സ് പരീക്ഷ. അന്നത്തേക്കുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടും. അങ്ങനെയാണെങ്കിൽ മക്കളെ പെട്ടെന്ന് പറ, ഈ ചോദ്യത്തിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 9ൽ 4 കുറച്ച് എത്രയാ, 5. ഓക്കെ, സെറ്റ്. അപ്പം വലിയ സംഖ്യയിൽ നമുക്കറിയാം കുറയ്ക്കാൻ നേരത്തെ നമ്മൾ പണ്ട് മുതലേ പഠിച്ച എന്തോ, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വന്നാലോ, 4ൽ 9 കുറയ്ക്കാൻ വന്നാലോ, എന്താണെന്ന് ഓർത്തിരിക്കുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് 9ൽ 4 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 5 തന്നെ എഴുതണം, പക്ഷേ മൈനസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ചെറുതീന്ന് വലുത് കുറയ്ക്കാൻ വന്നാൽ എന്ത് കൊടുക്കണം, മൈനസ് കൊടുക്കണം. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതിന്റെ ചിഹ്നം എന്തുവാ, പ്ലസ്. അപ്പൊ വ്യത്യസ്ത ചിഹ്നം വന്നാൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസും വന്നാൽ എന്തുത്തരത്തിൽ വരും, വലുതിന്റെ ചിഹ്നം വലുത് വരും. ഓക്കെയാണ്. ഇപ്പൊ 2 രീതി ഞാൻ പറഞ്ഞു തന്നു. ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടി, ഒന്നുകൂടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാണ്, മക്കളെ മനസ്സിലാക്കുക. എന്താണ് 10ൽ 4 കുറച്ചാൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, 6. ഒരു സംശയവും നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഇങ്ങനെയാണ്, 10ൽ 4 കുറച്ച് 6 നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഇങ്ങനെയാണ്, ഈ സംഖ്യയുടെ ചിഹ്നം പ്ലസും മറ്റേ സംഖ്യയുടെ ചിഹ്നം മൈനസും വന്നാൽ ഉത്തരത്തിൽ വലുതിന്റെ ചിഹ്നം വരും. കണ്ടോ, പണ്ട് പഠിച്ച കാര്യം തന്നെ നിങ്ങളൊന്ന് വേറെ രീതിയിൽ പഠിക്കുന്നു. എന്താ, 10ൽ 4 കുറച്ച് 6 നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ എങ്ങനെ പറയുന്നു, ആദ്യത്തിന്റെ ചിഹ്നം പ്ലസ്, രണ്ടാമത്തെ സംഖ്യയുടെ ചിഹ്നം മൈനസ്, വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം, കുറച്ചു. എന്നിട്ട് എന്ത് കൊടുക്കണം, വലുതിന്റെ ചിഹ്നം കൊടുക്കണം. കഴിഞ്ഞ്. ഇനി യാതൊരു ഡൗട്ടും അവിടെ വേണ്ട. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കൂ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, വ്യത്യസ്ത ചിഹ്നമാണ്. എന്ത് ചെയ്യണം, വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 5. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 5. എന്നിട്ട് എന്തുവാ ചെയ്യണ്ടേ, കുറച്ചിട്ട് എന്തുവാ ചെയ്യണ്ടേ, വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ പ്ലസ് ആകുന്നു. അതുകൊണ്ട് ആൻസർ ഈസ് എത്ര തന്നെ, 5. എത്ര തന്നെ ആൻസർ, എത്ര തന്നെ 5. ഓക്കെ, അടുത്ത നോക്കൂ. ഇതിന്റെ ചിഹ്നം പ്ലസ്, ഇതിന്റെ ചിഹ്നം മൈനസ്, വ്യത്യസ്ത ചിഹ്നമാണ്. അപ്പൊ ഉത്തരം എന്തുവാണ്, കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 7. എന്നിട്ട് വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ -15ന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ എത്രയാ, 15ന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഉത്തരം -7. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ -7. ഓക്കെ, ഇവിടെ നോക്കൂ, ഇത് മൈനസ് ഇത് പ്ലസ്, വ്യത്യസ്ത ചിഹ്നം വന്നു, എന്ത് ചെയ്യണം, കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ 5. എന്നിട്ട് എന്ത് ചെയ്യണം, വലുതിന്റെ ചിഹ്നം 9ന്റെ ചിഹ്നം എന്തുവാ, മൈനസ്. അപ്പൊ -5. അടുത്തതാ ഇവിടെ ചോദ്യം, വ്യത്യസ്ത ചിഹ്നം വന്നു, പറയണ്ടല്ലോ, ഇത് മൈനസ് ഇത് പ്ലസ്, വ്യത്യസ്ത ചിഹ്നം വന്നു, എന്ത് ചെയ്യണം, കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 7. വലുതിന്റെ ചിഹ്നം കൊടുക്കണം, വലിയവനാരാ, 15ന്റെ ചിഹ്നം എന്തുവാ, പ്ലസ്. അപ്പൊ +7 എന്നും വെറും 7 എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെ. ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് പറയണം മക്കളെ, മനസ്സിലാക്കുക. ഇങ്ങോട്ട് നോക്കിയോ, നിങ്ങൾക്കറിയാം 1/4 എന്ന് വെച്ചാൽ എന്തുവാ, കാൽ. പാലൊക്കെ മേടിക്കാൻ പോകുന്നവർക്ക് 1/4 ലിറ്റർ പാൽ 250 ml എന്ന് പറയും. കാലും കൂടെ കൂട്ടിയാൽ എത്രയാണെന്ന് മനസ്സിലാക്കുക, അരയാണ്. കാലും കൂടെ കൂട്ടിയാൽ അര. അരയുടെ കൂടെ കാല് കൂട്ടിയാൽ എത്ര കിട്ടും, 3/4. സംശയമില്ലല്ലേ, 3/4ന്റെ കൂടെ കാല് കൂട്ടിയാൽ എന്താവും, അരയാകും അല്ലെ. 3/4ന്റെ കൂടെ കാല് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ആവും, 1 ആകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക, വേറെ ഒന്നുമില്ല. കണ്ടോ, സിമ്പിളാണ്. കാലും കൂടെ കൂട്ടിയാൽ 250 നോക്ക്, 250ഉം 250ഉം കൂട്ടിയാൽ 500 ആകും, അല്ലെങ്കിൽ അരയാകും. അടുത്ത 250ഉം 250 അല്ല, 500ഉം 250 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 750 ആവും, അല്ലെങ്കിൽ 3/4 ആവും.
അടുത്ത 750 കൂടെ 250 കൂട്ടിക്കഴിഞ്ഞാൽ 1000 ആകും, അല്ലെങ്കിൽ 1 ആകും. കണ്ടോ, ഇങ്ങനെ പല ഭാഷയിൽ ഇത് പറയാനായിട്ട് പറ്റും. സിമ്പിളായി പറഞ്ഞാൽ കാലും കൂടെ കൂട്ടിയാൽ അര. നിങ്ങളുടെ സമയം ഉണ്ടല്ലോ, 9:15 കൂടെ 4 കൂട്ടിയാൽ എത്രയാവും? 9:30 എന്ന സമയം ആകും. അങ്ങനെയും ചിന്തിക്കാം. നിങ്ങൾ പറയാറില്ലേ 8:15 അമ്മ സമയം, ഇനി ഒരു കാലും കൂടെ ചേർന്നാൽ എത്ര മണിയാവും? 8:30 ആകും. അങ്ങനെ ചിന്തിക്കണം കേട്ടോ. 9:45 അമ്മ, ഇനി ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എത്ര മണിയാവും? 10 മണി എന്ന് പറയുമ്പോൾ നോക്ക്, 4/4 കൂടെ 4 കൂട്ടിയാൽ എത്രയാവും? 1. കാലും കൂടെ കൂട്ടിയ അര, അരയും കാലും കൂടെ കൂട്ടിയ 3/4 എന്നൊക്കെ പഠിച്ചാൽ എളുപ്പമാണ് ഉത്തരം ചെയ്യാൻ. അതാ നോക്കിക്കോ. ഇനി ഉത്തരം ചെയ്യുന്നതിന്റെ സ്പീഡ് നോക്കണം. ഇത് പ്ലസ് ഇത് മൈനസ്, എന്ത് ചെയ്യണം? കുറയ്ക്കണം. 3/4 3/4 നിന്ന് അര പോയാൽ എത്രയാ മക്കളെ? 3/4 നിന്ന് എന്തെങ്കിലും കുറച്ച് കളയുക? അര. 3/4 നിന്ന് അര പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ഒരു കാലുണ്ട്. എത്രയുണ്ട്? ഉത്തരത്തിൽ ഒരു കാല് വരും. എന്നിട്ട് ചിന്തിക്കും, വലുതെന്ന് പറയുന്നത് 3/4, അതിന്റെ ചിഹ്നം പ്ലസ് ആണ്, അതുകൊണ്ട് ആൻസർ 1/4. ഒരു സംശയവും വേണ്ട. അടുത്ത നോക്ക്, ഇത് പ്ലസ് ഇത് മൈനസ്. അപ്പോഴും നോക്ക്, ഇത് എത്രയാണ്? 3/4. 3/4 നിന്ന് അര പോയി കഴിഞ്ഞാൽ, 3/4 എന്ന് പറയുമ്പോൾ 750. 750 നിന്ന് എത്ര പോയി? 500 പോയി കഴിഞ്ഞാൽ ബാക്കി 250 അല്ലേ, അല്ലെങ്കിൽ കാലല്ലേ എന്ന് പറയുമ്പോൾ കാല്. എന്നിട്ട് വലുതിന്റെ ചിഹ്നം ആയതുകൊണ്ട് മൈനസ്. ഓക്കെ, കണ്ടോ? അപ്പൊ ഈ ഐഡിയ ഒന്നും കൂടെ ഒന്ന് വീട്ടില് അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചോദിച്ചാൽ മതി, അവർക്ക് പറയാൻ പറ്റും. കാലും കൂടെ കൂട്ടിയ അര, അരയും കാലും കൂടെ കൂട്ടിയ 3/4, 3/4 കൂടെ കൂട്ടിയ 1. അത്രേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇതാണ്ട് ഇത് 250 കൂട്ടിയ എത്ര? 500. അടുത്ത എത്ര? ഇത് 500, ഇത് 250 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 750. കണ്ട, അത്രേ ഉള്ളു. സിമ്പിൾ ആക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി, ഇന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇനി മറ്റു ചോദ്യങ്ങളിലേക്ക് ഞാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്യാം. അപ്പം നിങ്ങൾക്കും എൻ്റെ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിലെല്ലാം നമുക്ക് പെട്ടെന്ന് ഭയങ്കര സ്പീഡ് ചെയ്ത് തീർക്കാം. നോക്ക്, ഇവിടുത്തെ ചോദ്യം നോക്കിക്കോ. നോക്ക്. ഇവിടെ പ്രത്യേകത നോക്ക്, ഇതും മൈനസ് ഇതും മൈനസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളോട് ഞാനൊരു ചോദ്യം, അവിടെ മൈനസും കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടും. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ് 5 + 2 = എത്ര? 7. ഇതിന്റെ ചിഹ്നം എന്തുവാ? പ്ലസ് അല്ലേ? നോക്ക്, ഇതും പ്ലസ് ഇതും പ്ലസ്. അപ്പോൾ ഉത്തരം എന്ത് ചെയ്യണം? കൂട്ടണം. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടണം. അപ്പോൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. ഇവിടെ നോക്ക്, ഇവിടെയും പ്ലസ്. അപ്പോൾ ഉത്തരത്തിലും എന്ത് തന്നെ? പ്ലസ്. അപ്പോൾ എത്ര തന്നെ? മൈനസ്. ഒരേ ചിഹ്നം വന്നാൽ എന്താണ്? കൂട്ടിയിട്ട് അതേ ചിഹ്നം. വേറെണ്ണം പറഞ്ഞാൽ -3 -4. ഉത്തരം എന്തായിരിക്കും? ഒരേ ചിഹ്നം വന്നു, കൂട്ടി അതേ ചിഹ്നം, -7. ഓക്കെ, മനസ്സിലായല്ല? അല്ലെങ്കിൽ നോക്കുക, 6ഉം 2ഉം കൂടെ കൂട്ടി എന്താ എഴുതുന്നത്? 8. 6ന്റെ ചിഹ്നം എന്തോ? പ്ലസ്. ഉത്തരത്തിലും എന്ത് തന്നെ? പ്ലസ്. അപ്പോൾ ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം എന്ന് പറഞ്ഞാൽ മതി. നോക്ക്, ഇവിടുത്തെ ഉത്തരം എന്തുമായിരിക്കും? പെട്ടെന്ന് പറയാം, 15 -15. കണ്ടല്ല, ഒരേ ചിഹ്നമാണ്. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം, ഒരേ ചിഹ്നം വന്നു കഴിഞ്ഞാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. കണ്ടോ? പെട്ടെന്ന് ചെയ്യും മക്കളെ. നോക്ക്, ഇവിടെ പക്ഷെ എന്താണ്? ഇത് പ്ലസ് ആണ്. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. കണ്ടോ? വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? കുറയ്ക്കുമ്പോൾ 4 കിട്ടും. പക്ഷെ വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ 12ന്റെ ചിഹ്നം എന്തുവാ? മൈനസ് ആണ്. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇതിന്റെ പെട്ടെന്ന് പറയാം. ഇത് പറയാൻ പറ്റും. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. ഓക്കെ, സെറ്റ്. നോക്ക്, ഇതിന്റെ ഉത്തരം എന്തോ? വ്യത്യസ്ത ചിഹ്നമാണ്. നോക്ക്, ഇത് മൈനസും ഇത് പ്ലസും ആണ്. എന്ത് ചെയ്യണം? കുറയ്ക്കണം. 8 ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 8 ന് 8 കുറച്ചാൽ 0 കിട്ടും. 0ന് പ്ലസും ഇല്ല മൈനസും ഇല്ല. അതൊക്കെ അറിയാമല്ലോ. 0 സെന്ററിൽ നിൽക്കുന്ന ഒരാളാണ്, അയാൾക്കൊന്നുമില്ല. ഇവിടെ നോക്ക് മക്കളെ, അത് അടുത്ത ചോദ്യം സിമ്പിളാണ്. ഇത് മൈനസ് ഇത് പ്ലസ്. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. 3.5 ന്ന് 3.5 കുറച്ചാൽ എന്തായി മാറും? 0 മാറും. ഇവിടെ നോക്ക്, ഇത് മൈനസ് ഇത് പ്ലസ്. വ്യത്യസ്ത ചിഹ്നം വന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3. എന്നിട്ട് വലുതിന്റെ ചിഹ്നം -3. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഇവിടെ പ്രശ്നം. ഇവിടെ കിടക്കുന്ന എന്താണ്? മൈനസ്. ഇവിടെ മൈനസ്. എന്താ? കൂട്ടണം. അരയുടെ കൂടെ 4 കൂട്ടിയാൽ എത്ര വരും? 3/4. അരയുടെ കൂടെ 4 കൂട്ടിയാൽ 3/4. പക്ഷെ ഒരേ ചിഹ്നമായിട്ട് -3/4. അടുത്ത നോക്ക്, ഇത് മൈനസ് കൂട്ടണം. കൂട്ടുമ്പോൾ നോക്ക്, ഇത് 2.5 ഇത് 1.5. അരയുടെ കൂട്ടിയ 1, 2 1 കൂടെ കൂട്ടിയ 3, 3 1 4 വരും. -4. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെയൊക്കെയാണ് തെറ്റാൻ ചാൻസ് ഉള്ളത്. സൂക്ഷിച്ച് ചെയ്താൽ എളുപ്പം ചെയ്യാൻ പറ്റും. ഇത് നോക്കി, ഇവിടെ 25ഉം ഇത് മൈനസ് ആണ്. അപ്പോൾ കൂട്ടാനാണ്. 25നോട് എന്ത് കൂട്ടിയാൽ മതി? 3 കൂട്ടിയാൽ. 25നോട് 3 കൂട്ടിയാൽ 28. അതിൻ്റെ കൂടെ അവിടെ തന്നെ നിൽക്കും. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നമായ മൈനസ്. ഇനി ഇവിടെ നോക്ക്, ഇവിടെ വ്യത്യസ്ത ചിഹ്നമാണ്. ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. വ്യത്യസ്ത ചിഹ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 10. വലുതിൻ്റെ ചിഹ്നമാണ്. +20 ആണ്. അതുകൊണ്ട് 10 ആണ് ആൻസർ. ഓക്കെ, അടുത്തതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ കിട്ടുമെന്ന് നോക്ക്. വ്യത്യസ്ത ചിഹ്നമായിരുന്നു. ഇത് മൈനസും ഇത് പ്ലസും ആയിരുന്നു. അപ്പോൾ കുറയ്ക്കണം. അപ്പോൾ 20 കിട്ടി. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുത്തു. അടുത്തതും സൂക്ഷിക്കണം. ഈ മൈനസും പ്ലസും വ്യത്യസ്ത ചിഹ്നം കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ ഈ അരയും അങ്ങ് കുറഞ്ഞു. ബാക്കി 5 ന് 4 കുറച്ച് എത്ര കിട്ടും?
1 കിട്ടും. വലുതിൻ്റെ ചിഹ്നമായതുകൊണ്ട് +1. ഓക്കെ സെറ്റ്. എല്ലാ കണക്ക് ചെയ്തില്ല, ഇനി ഒരെണ്ണോടുണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നോക്ക് മക്കളെ, ഇത് മൈനസ് ആണ്, ഇതിൻ്റെ ചിഹ്നം എന്തുവാണ്? പ്ലസ് ആണ്. ഇതിൻ്റെ ചിഹ്നം എന്തുവാണ്? പ്ലസ് ആണ്. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. കുറയ്ക്കാൻ നേരത്ത് അരയും അങ്ങ് പോവും. ബാക്കി എന്തുവാ? 7 1 കുറച്ച് എത്ര കിട്ടും? 6. 6 എന്തൊരു -6. ഓക്കെ, എല്ലാ കണക്കും ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബേസ് എഴുതിയതാ, ഇതുമായിട്ട് കുഴയ്ക്കണ്ട. ഓക്കെയാണ്. എല്ലാ കണക്കും ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി. -2 കണ്ട, ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ തന്നെ 0 പിന്നെ അതിൻ്റെ വലുത് ചിഹ്നമൊന്നും കൊടുക്കണ്ട. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. ഒരേ ചിഹ്നം വന്നാൽ കുറച്ചിട്ട് അതേ ചിഹ്നം. ഇതിങ്ങനെ പറഞ്ഞ് പഠിക്കാമെങ്കിൽ ഒരു ചോദ്യം പോലും തെറ്റൂല. ഓക്കെയാണ്. അപ്പോൾ ഈ പാഠത്തിൽ അത് മാത്രമേ പഠിക്കാനുള്ളൂ. അത് കൃത്യമായി പഠിക്കുക. ഞാൻ ചെയ്ത കണക്കുകളൊക്കെ നിങ്ങൾ പിന്നെ റിവിഷൻ ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു ചോദ്യമാണ്. ഇത് ഏത് ചോദ്യം എന്ന് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും. എന്താണ്? ബാബു ഡെപ്പോസിറ്റഡ് എന്ത് ചെയ്തു? 25,000 രൂപ ബാങ്ക് കിട്ടും. അവിടെ 15% എന്ത് കിട്ടും? പലിശ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years. 2 വർഷം കഴിഞ്ഞ് എത്ര രൂപ കിട്ടും? അതാണ് ചോദ്യം. അപ്പോൾ ബാബു 25,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. ബാങ്ക് 15% നിരക്കിലാണ് പലിശ കണക്കാക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ ലഭിക്കും? അപ്പോൾ എന്താ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതണം. എമൗണ്ട് ഗെറ്റ് ബാക്ക് ആഫ്റ്റർ എത്ര വർഷം? ഗെറ്റ് ബാക്ക് ആഫ്റ്റർ എത്ര വർഷം? 2 years. 2 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. 2 years ആണ് നമുക്ക് അറിയേണ്ടത്. 2 വർഷം കഴിഞ്ഞിട്ട് എത്ര രൂപ കിട്ടും അല്ലേ? 2 years ആണ് എന്ന് മനസ്സിലാക്കുക. 25,000 രൂപയാണ് ഇട്ടത്, 15% പലിശ. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്യണം? ആ ഇട്ട പൈസ എഴുതണം ആദ്യമേ. ഇട്ടത് എത്ര രൂപയാണ് ബാങ്കിൽ കൊണ്ടിട്ടത്? 25,000 രൂപയാണ് ബാങ്കിൽ കൊണ്ടിട്ടത്. ഇൻറ്റു ആ ബാങ്കിലെ പലിശ നിരക്ക് എഴുതണം. 15% എങ്ങനെ എഴുതും? 15/100. കണ്ടല്ലേ, 15% നമ്മൾ എങ്ങനെ എഴുതിയത്? 15% നമ്മൾ എങ്ങനെ എഴുതിയത്? 15/100 എന്ന് എഴുതും. ഇൻറ്റു എത്ര വർഷത്തേക്കാണ് ഇട്ടത്? 2 വർഷം. കണ്ടല്ലേ, ഈ 2നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് 2. ഇത്രയേ ഉള്ളൂ പരിപാടി. കേട്ടല്ലേ? അപ്പോൾ സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിലെ കഥയാണെങ്കിൽ എന്തെഴുതണം? ആദ്യമേ ഇട്ട പൈസ എഴുതണം, ഇൻറ്റു അവിടുത്തെ ശതമാനം, ബാങ്കിലെ ശതമാനം എഴുതണം, എത്ര വർഷത്തേക്ക് ഇട്ടേന്ന് എഴുതണം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാം. ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് അടുത്ത പരിപാടി എന്തോ? 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, 250 ഇൻറ്റു എത്ര വരും? 30 എന്നുള്ള ആൾ വരും. ഇപ്പോൾ 25നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 3 ആണെന്ന് നമുക്കറിയാം. ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. 250 ഇൻറ്റു 30 ആണ്. 25 3 എത്ര? 25 2 50 ആണെന്നറിയാം. 50 75 വരും. 7,500 രൂപ. എത്ര രൂപ കിട്ടും? 7,500 രൂപ കിട്ടും. ഇത്രയേ ഉള്ളൂ. കേട്ടല്ലേ? അപ്പോൾ 25,000 രൂപ ബാങ്കിലിട്ടു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ പലിശ കിട്ടും? ഇത് എന്ത് മാത്രമേ ആയുള്ളൂ? എമൗണ്ട് എന്നല്ല എഴുതേണ്ട, ഇവിടെ ഇൻട്രസ്റ്റ് എന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റ് പലിശയാണത്. അപ്പോൾ അവിടെ നിന്ന് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? എമൗണ്ട് കിട്ടുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ കൊണ്ടിട്ടത് 25,000 രൂപയാണ്. പ്ലസ് എത്രയും കൂടെ കിട്ടും? 7,500 പലിശയും കൂടെ കൂട്ടിയാൽ 0 5 7 5 12 ഇഷ്ടമൊന്ന് 32,500 രൂപയാണ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഈ കിട്ടിയത് ഇൻട്രസ്റ്റ് മാത്രമാണ്. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശ. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് കിട്ടിയ പലിശ എത്രയാണ്? 7,500. എമൗണ്ട് എന്ന് പറയണമെങ്കിൽ, തുക എത്ര എന്ന് പറയണമെങ്കിൽ, കൊണ്ടിട്ട പൈസ 25,000 അതിൻ്റെ കൂടെ കിട്ടിയായ പലിശയായ 7,500 കൂടെ കൂട്ടണം. അങ്ങനെ 32,500 രൂപയാണ് കിട്ടുന്നത്. ഓക്കെയാണ്. സെറ്റാണ്. ഓക്കെ, സെറ്റാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കണക്കുകളും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുമായി ബേസ് ചെയ്താന്ന് നിങ്ങൾക്കറിയാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലാഭം എത്ര ശതമാനം എന്നാണ് ചോദ്യം. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ മേടിച്ചത് എത്ര രൂപയ്ക്കാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. 5,000 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഒരു അലമാര മേടിച്ചു. 5,600 രൂപയ്ക്കാണ് വിറ്റത്. അങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പ്രോഫിറ്റ് എത്ര? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എത്ര? ലാഭം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 5,600 രൂപയ്ക്ക് വിറ്റതിൽ നിന്നും മേടിച്ച വില കുറച്ചാൽ മതി. എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 600 രൂപയാണ് പ്രോഫിറ്റ്. ഇനി ആ പ്രോഫിറ്റിനെ, ലാഭത്തിനെ ശതമാനത്തിൽ പറയാൻ പറഞ്ഞാൽ ആദ്യമേ മുകളിൽ ലാഭം എഴുതണം, മേടിച്ച വില താഴെ എഴുതണം. ഏത് വിലയാണ് ഈ എഴുതേണ്ടത്? ഈ എഴുതേണ്ടത് മേടിച്ച വിലയാണ്. നമ്മൾ മേടിച്ചത് എത്ര രൂപയ്ക്കാണ്? 5,000 രൂപ. പിന്നെ അത് ശതമാനത്തിലാക്കാൻ ഇൻറ്റു
100 ചെയ്യണം. എന്നിട്ട് 0 വെട്ട് 0, താഴത്തെ 0, താഴത്തെ 0, താഴത്തെ 0, ഈ 0 മേലത്തെ 0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 12% ആണ് ആൻസർ. അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 12% ലാഭശതമാനം. അപ്പോൾ ലാഭശതമാനം എത്രയാണ്? 12. ഓക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. പഠിക്കണം. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ 120 എന്തുണ്ട്? ബോയ്സ് ഉണ്ട്. അതാണെങ്കിൽ 140 എന്തുണ്ട്? ഗേൾസ് ഉണ്ട്. അപ്പോൾ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് ഗേൾസ്? നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് ഗേൾസിന്റെ റേഷ്യോ എഴുതണം. അപ്പോൾ റേഷ്യോ എഴുതേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ബോയ്സ് ബൈ എന്തെന്ന് എഴുതിയാൽ മതി? നമ്പർ ഓഫ് ഗേൾസ്. ഇങ്ങനെ ഡിവിഷൻ ചെയ്താൽ മതി. അപ്പോൾ റേഷ്യോ എഴുതാൻ ചോദിച്ചാൽ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എഴുതാൻ ചോദിച്ചാൽ എന്തിട്ടാൽ മതി? ഡിവിഷൻ ഇട്ടാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എത്ര നോക്ക്? 120 ബോയ്സ് ഉണ്ട്. എത്ര നമ്പർ ഓഫ് ഗേൾസ് ഉണ്ട്? 140 ഉണ്ട്. ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. 0 കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് 4 അടങ്ങൂല. ഏതിലടങ്ങും ആലോചിച്ച് നോക്കി. 2 അടങ്ങും. താഴെയും എന്ത് ചെയ്യും? 2 അടങ്ങും. എന്ന് പറയുമ്പോൾ 6 എന്ത് കിട്ടും? 7. എന്ത് കിട്ടും? 6/7. 6 2 12, 7 2 14. അപ്പോൾ റേഷ്യോ എത്ര? നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6:7 ആയിരിക്കും. എത്രയാണ്? 6:7 ആണ്. കുഴപ്പമൊന്നുമില്ല. 6:7. ഇത്രയേ ഉള്ളൂ ആ ചോദ്യത്തിന്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ട്രയാങ്കിൾ ഉണ്ട്? റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ. നിങ്ങൾക്കറിയാം റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. 2 സ്മാളർ ആംഗിൾസ്. ഇനി 2 ചെറിയ ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെ? ഈ ആംഗിളും ഇവിടുത്തെ ആംഗിളും. ഈ 2 ആംഗിൾ എന്ന് പറയുന്നത് ഏത് റേഷ്യോയിലാണെന്ന് പറഞ്ഞു? 1:4 ആണെന്നറിയാം. നിങ്ങൾക്കറിയാം ഈ 3 ആംഗിളൂടെ കൂട്ടിയാൽ എത്ര കിട്ടുന്നത്? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 ഉണ്ട്. അപ്പോൾ ബാക്കി ഈ 2 ആംഗിളൂടെ കൂട്ടിയാൽ എത്ര? വെറും 90 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഏതൊക്കെ ആംഗിള്? എ എന്ന ആംഗിളും ബി എന്ന് പറഞ്ഞ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രിയെ കിട്ടത്തുള്ളൂ? 90 ഡിഗ്രി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുമ്പോൾ ആഡ് ചെയ്താൽ എത്രയെ കിട്ടൂ? 90 ഡിഗ്രിയെ കിട്ടും. ഇനി ഇവിടെ ഒരു റേഷ്യോ തന്നിട്ടുണ്ട് 1:x. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? എക്സ് ചേർത്ത് പറയണം. അപ്പോൾ 1x + 4x = എന്തെന്ന് എഴുതണം? 90 ഡിഗ്രി. കേട്ടല്ലേ? അപ്പോൾ ദാ ഈ തന്നിരിക്കുന്ന റേഷ്യോയെ എന്ത് ചേർത്ത് എഴുതണം? എക്സ് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അത് ആംഗിളായി മാറും. അപ്പോൾ 1x + 4x = 90. അവിടെ നിന്ന് 5x = 90 ഡിഗ്രി. അവിടെ നിന്ന് x എന്ത് വരും? 90/5 എന്ന് വരും. എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 9 1 അല്ല 5 1 5 വരും. 40 വരും. 18 ഡിഗ്രി എന്ന് വരും. എത്ര ഡിഗ്രി? അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി? 18 ഡിഗ്രി. അതോടൊപ്പം ആംഗിൾ ബി എന്ന് പറയുമ്പോൾ 4 × 18 × 4 8 4 32 3 ഇഷ്ടം 72 ഡിഗ്രി വരും. ഇപ്പോഴത്തെ ആംഗിൾ എത്ര? 72 ഡിഗ്രി. കേട്ടല്ലേ? ഈ കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? 72 ഡിഗ്രിയും 18 ഡിഗ്രിയും. 72 10 82 8 90 വരും. ഓക്കെയാണ്. അപ്പോൾ ബാക്കി ആംഗിൾസ് ഏതൊക്കെയാണ്? 18 ഡിഗ്രിയും 72 ഡിഗ്രിയും. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതെന്തായാലും പഠിച്ചു വെച്ചേക്കണം. ത്രികോണത്തിന്റെ സൈഡുകൾ ആവുന്നത് ഏതൊക്കെ? എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അതുകൊണ്ട് ഇങ്ങനെ 3 അളവുകൾ കൊടുത്തിരിക്കും. ഇത് ത്രികോണത്തിന്റെ വശങ്ങൾ ആകുമോ എന്ന ചോദ്യം. കേട്ടല്ലേ? ത്രികോണത്തിന്റെ വശത്തിന്റെ അളവുകൾ ആവുന്നത് ഏതൊക്കെയാണ്? അപ്പം ത്രികോണത്തിന്റെ വശങ്ങൾ ആവുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഈ ചോദ്യം പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്? കൂട്ടിക്കിട്ടുന്നത് കൂടി നിൽക്കണം. കൂട്ടിക്കിട്ടുന്നത് ഇപ്പം എന്താ? ഈ ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് നോക്കാം. 8ഉം 6ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മറ്റേ അളവ് ഏതാ? 13 അല്ലേ? നോക്ക് ഈ 8ഉം ഈ 6ഉം എഴുതി അവർ തമ്മിൽ കൂട്ടി. അതെന്ത് ചെയ്യണം? എപ്പോഴും കൂടി നിൽക്കണം. ഓക്കെയാണ്. > 13 തന്നെ. കഴിഞ്ഞില്ല. ആ 6ഉം 13ഉം കൂടെ കൂട്ടി നോക്കണം. അതെന്ന് പറയുന്നത് > 8 സംശയമില്ലല്ലോ. അത് കഴിഞ്ഞാൽ 8ഉം 13ഉം കൂടെ കൂട്ടി നോക്കണം. അത് > 6 കണ്ടല്ലോ? അപ്പോൾ ഈ 3 കേസും ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതെന്ത് ചെയ്യും? വരയ്ക്കാൻ പറ്റും. കണ്ടല്ലോ? അപ്പോൾ ഇത് ട്രയാങ്കിളിന്റെ സൈഡ് ആകുന്നു. പക്ഷെ അടുത്ത കേസ് നോക്കി. ഈ 2ഉം ഈ 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുള്ളൂ? 7. 7 എന്ന് പറയുന്ന 8നെയും കാട്ടിയും ചെറുതാണ്. അപ്പോൾ ഇത് വരയ്ക്കാൻ പറ്റത്തില്ല. അടുത്ത നോക്ക് 5ഉം 4ഉം കൂടെ കൂട്ടി എത്രയാണ്? 9. ഈ 9ഉം ഇവിടെ എന്ത് തന്നെയാണ്? 9 കിട്ടുക. ഇതും വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപോലെ വന്നാൽ വരയ്ക്കാൻ പറ്റൂല. കുറഞ്ഞു നിന്നാലും വരയ്ക്കാൻ പറ്റൂല. അടുത്ത നോക്ക് 4ഉം 6ഉം കൂടെ കൂട്ടി എത്ര? 10. ഓക്കെ, സക്സസ്. അടുത്ത 6ഉം 7ഉം കൂടെ കൂട്ടി എത്ര? 13. സക്സസ്.
അടുത്ത 7ഉം 4 കൂടെ കൂട്ടി എത്ര 11 സക്സസ്. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് പറ്റും കണ്ടല്ലോ. അപ്പോൾ വരയ്ക്കാൻ പറ്റാത്തവയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്? ഈ 2ഉം ഈ 5 കൂടെ കൂട്ടി എത്ര കിട്ടത്തുള്ളൂ? 7. 7 എന്ന് പറയുന്ന 8നേയും കാട്ടി എന്താണ്? ചെറുതാകുന്നു. അതുകൊണ്ട് വരയ്ക്കാൻ പറ്റൂല. അടുത്ത ഈ 5ഉം 4 കൂടെ കൂട്ടി എത്ര കിട്ടുന്നത്? 9. ആ 9 ഈ 9 ഒരുപോലെ നിൽക്കുന്നത് കൊണ്ട് വരയ്ക്കാൻ പറ്റൂല. ഓക്കെയാണ്. അപ്പോൾ ആ കേസ് മനസ്സിലാക്കി വെച്ചേക്കുക, ഇമ്പോർട്ടൻറ്റ്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതുപോലത്തെ എല്ലാം എന്ത് ചോദിക്കും? ഡ്രോ ചെയ്യാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ, ട്രയാങ്കിള് വരയ്ക്കാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ആദ്യം നോക്ക്, ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ടെന്ന് നോക്ക്. എമ്മും എന്നും വെച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെയാണ്. എമ്മും എന്നേ ഉള്ളൂ, മറ്റേ പോയിന്റ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ആദ്യമേ നിങ്ങൾ നോക്കുക, ആദ്യമേ അവിടെ എന്താ വരയ്ക്കണ്ടേ? നോക്ക്, എം എൻ വരയ്ക്കണം. എമ്മും എന്നും വരയ്ക്കണം. എത്രയാണ് എം എൻ? എത്രയാണ്? 6.5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. അറിയാമല്ലോ. നോക്ക്, ഇത് വരച്ചു. അടുത്തത് എന്താണ് വരയ്ക്കാനുള്ളത് നോക്ക്. അടുത്തത് എന്താ ചെയ്യേണ്ടത്? അടുത്തതാ ഇത് വരയ്ക്കണം. ആംഗിൾ എം 60 ഡിഗ്രി. ആംഗിൾ എം 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരത്തില്ലേ? ആംഗിൾ എം 60 ഡിഗ്രി. ഓക്കെ. അടുത്ത ആംഗിൾ എൻ 55 ഡിഗ്രി. ഇവിടെ നിന്ന് ഒരു 55 ഡിഗ്രി എടുത്ത് ഇവിടെയും വരയ്ക്കണം കേട്ടോ. 55 ഡിഗ്രി എടുത്ത് വരയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും? ത്രികോണം ഇവിടെ കിട്ടും. വേണമെങ്കിൽ അവിടെ ഒരു പേര് കൊടുക്കുക, പി. കണ്ടോ? അപ്പോൾ ഒന്നാമത്തെ പടം ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. അറിയാമല്ലോ. ഫസ്റ്റ് എന്ത് വരയ്ക്കണം? എം എൻ വരയ്ക്കണം, 60 ഡിഗ്രി വരയ്ക്കണം, 55 ഡിഗ്രി വരയ്ക്കണം. ട്രയാങ്കിൾ സെറ്റ് ആവും. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡ്രോ ട്രയാങ്കിൾ എ ബി സി. എ ബി 6 സെൻറ്റിമീറ്റർ. അടുത്ത വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്ക്. എ ബി വരയ്ക്കണം 6 സെൻറ്റിമീറ്റർ. ഓക്കെയാണ്. നിങ്ങൾ കൃത്യ അളവിൽ വരയ്ക്കണം. എ ബി 6 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഓക്കെ, സെറ്റ്. അത് കഴിഞ്ഞ് എ സി 5 സെൻറ്റിമീറ്ററും ആംഗിൾ 8 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ സി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോവും. എ സി ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എയുടെ അവിടെയുള്ള ആംഗിൾ നോക്ക്. ആംഗിൾ എ എന്ന് പറയുന്നത് 85 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 85 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടല്ല. അതാ നോക്ക്, ഇങ്ങനെയാണ് 90 ഡിഗ്രി നിൽക്കുന്നത്. ഒരു ചെറിയ ചേഞ്ചേ വരൂ. ഇത്രയും വരച്ചത് ശരിയായില്ല എങ്കിൽ നമുക്കൊരു 90 ഡിഗ്രി. 85 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കും. ഇതാ ഇത്രയാണ്. ഇപ്പോൾ 85 ഡിഗ്രി അവിടെ കിട്ടി. ഓക്കെ. ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്? 85 ഡിഗ്രി മാർക്ക് ചെയ്ത് ഇനി എന്താ വരയ്ക്കേണ്ടത്? എ സി എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 5 സെൻറ്റിമീറ്റർ. എ സി ആണ്. ദാണ്ട ഈ എ സി എന്ന് പറയുന്നത് ദാണ്ട് ഇവിടെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എ സി എന്ന് പറയുന്നത് അവിടെ തന്നെ വരും. എത്ര സെൻറ്റിമീറ്റർ ആണ്? ഇപ്പോൾ ഇതിന് നീളം കൂടുതലാണെങ്കിൽ ഈ ലൈനിന് ഇത്ര നീളം ഉണ്ടെന്ന് വിചാരിക്കും. എ സി എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആവാവൂ? എ സി 5 സെൻറ്റിമീറ്റർ. ദാണ്ട് ഇവിടെ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ചേർക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെയാണ്. ആദ്യം എന്ത് വരയ്ക്കണം? എ ബി വരയ്ക്കണം. 85 ഡിഗ്രി മാർക്ക് ചെയ്യണം. അതിനകത്ത് എത്ര മാർക്ക് ചെയ്യണം? ഇവിടെ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം. അപ്പോൾ രണ്ടാമത്തെ പടവും റെഡി. ഇനി അടുത്ത മൂന്നാമത്തെ പടം എന്ന് പറയുന്ന പി ക്യു വരയ്ക്കണം. മൂന്നാമത്തെ പടത്തിൽ പി ക്യു വരയ്ക്കണം. പി ക്യു എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. എനിക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പി ക്യു 5 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞ് ക്യു ആറും ഏതോ ഉള്ളത് പി ആറും. ഇത് രണ്ടും കോമ്പസിലാണ് വരയ്ക്കുക. അപ്പോൾ ഈ പടം വരയ്ക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക്, ഇങ്ങനെ ഒരു ആർക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താണ്ട് ഈ നീളം എത്ര വരും? പി ആറ് 4 സെൻറ്റിമീറ്റർ. അടുത്ത ഇതെത്ര നീളമായിരിക്കും? ക്യു ആറ് 5 സെൻറ്റിമീറ്റർ. കേട്ടല്ലേ? ഈ പടം വരയ്ക്കാൻ, ഈ മൂന്നാമത്തെ പടം വരയ്ക്കാനാണ് എന്ത് ഉപയോഗിക്കേണ്ടത്? കോമ്പസ് ഉപയോഗിക്കേണ്ടത്. കേട്ടല്ലേ? കോമ്പസ് ഉപയോഗിക്കണേ. ഓക്കെയാണ്. അടുത്ത പടം വരയ്ക്കാനായിട്ട്, നാലാമത്തെ പടം വരയ്ക്കാനായിട്ട് നോക്കിക്കോ. എങ്ങനെയാണെന്ന് നോക്കിക്കോ. എ ബി 5 സെൻറ്റിമീറ്റർ. എന്ത് വരയ്ക്കണം? എ ബി എത്ര വരയ്ക്കണം? 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആംഗിൾ എ 40 ഡിഗ്രിയാണ്. ആംഗിൾ എ 40 ഡിഗ്രി. കണ്ടോ? 40 ഡിഗ്രി വരച്ചിട്ട് പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് 40 ഡിഗ്രി വരച്ച് ആംഗിൾ എ അങ്ങ് വരച്ചിടുക. എന്നിട്ട് ബി സി 6 സെൻറ്റിമീറ്റർ. ഇനി എന്തെടുക്കണം? എന്താണ്ട് ഈ ലൈൻ ഇങ്ങനെ നീണ്ടുപോകുന്ന ലൈനാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെയും കോമ്പസ് എടുക്കണം. കോമ്പസിൽ എത്ര എടുക്കണം? കോമ്പസിൽ ബി സി എന്ന് പറയുന്ന നീളമായ 6 സെൻറ്റിമീറ്റർ കോമ്പസ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതാ ഇവിടെ ഒരു കട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതും ഈ ലൈനും കൂടെ ചേർക്കണം. കേട്ടല്ലേ? ഇത് സി ആണ്. ബി സി എത്ര വരും? 6 സെൻറ്റിമീറ്റർ. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 4 പടവും വരച്ച് നിങ്ങൾ നോക്കണം. പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ഷുവർ ക്വസ്റ്റ്യൻ ഡ്രോ ചെയ്യാൻ കാണും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഈ പടം ഒന്നാമത്തെ ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ടുള്ളതാണെന്നറിയാമല്ലോ. അതാ ഇങ്ങനെ ഒരു ഭാഗം വന്നാൽ എന്താ ചെയ്യേണ്ടത്? എത്ര ഡിഗ്രിയാ? ധൈര്യമായിട്ട് അവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യാം. 90 ഡിഗ്രി. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൻ്റെ മുഴുവൻ ആംഗിൾ കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ് മക്കളെ? 180 ഡിഗ്രിയാണ്. ഇവിടെ 90 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. അപ്പോൾ എത്ര കിട്ടി? 150. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര വരും? 40 ഡിഗ്രി. സംശയമില്ലല്ലോ. 40 ഡിഗ്രി എങ്ങനെയാണ് വന്നത്?
ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലുള്ള എല്ലാ കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ഈ 90ഉം 50 കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 140. ബാക്കി എത്ര വരും ഇവിടെ? 40. ഓക്കെ സെറ്റ്, പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ. ഇനി ഇവിടെ 50 ആയതുകൊണ്ട് നേരെ ഇവിടെ എത്ര വരും? 50 ഡിഗ്രി. സംശയമില്ലല്ലോ. ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ഇവിടെ എത്ര വരും? 90 ഡിഗ്രി. കഴിഞ്ഞു. സിമ്പിളായിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കുന്നുണ്ട്, ഇവിടെ 40 ആയിട്ട് നേരെ ഇവിടെ എത്ര വരും? 40 ഡിഗ്രി. സംശയമില്ല. ഇവിടെ 60 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? നേരെ 60 ഡിഗ്രിയും വരും. സംശയമില്ലല്ലോ. ഇവിടെ എത്ര വരും? 60 ഡിഗ്രി. ഇവിടെ എത്ര വരും? 60 ഡിഗ്രി. സംശയമില്ലല്ലോ. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു താണ്ട് ഈ ഒരു ലൈനുണ്ട്, ആ ലൈനിൽ മുഴുവൻ ആയും കൂടെ കൂട്ടിയ എത്ര? 180 ഡിഗ്രി. ഇവിടെ എത്ര ഉണ്ട്? 60ഉം 40 കൂടെ കൂട്ടിയ 100. ഇപ്പോൾ ബാക്കി എത്ര വരും? 100 വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ 80 വരും. അവിടെ 80 വന്നുകൊണ്ട് ഇപ്പുറത്തും എത്ര വരും? 80 വരും. സെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം വന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു, ഈ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എല്ലാം കൂടെ കൂട്ടി എത്ര? 180 ഡിഗ്രി. ഇവിടെ 70 ഉണ്ട്, 70 30 കൂടെ കൂട്ടി എത്ര? 100. 100 ഉണ്ടെങ്കിൽ ബാക്കി ഇവിടെ എത്ര വരും? 80 വരും. 100 ഉണ്ടെങ്കിൽ ബാക്കി എത്ര വരും? 80 വരും. ഓക്കെ സെറ്റ്. ഇവിടെ 30 ആയതുകൊണ്ട് നേരെ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. ഇവിടെ 30 ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം, ഒരു ലൈനുണ്ട്, ആ ലൈനിൽ മുഴുവനായും കൂടെ കൂട്ടി എത്രയാണ്? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 കുറഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര വരും? 150. അല്ലെങ്കിൽ എന്ത് പറയാം? ഈ 50 ഈ 80 70 കൂട്ടിയത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് 150. ഓക്കെയാണ്, സെറ്റാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഈ പടം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ താണ്ട് ഇതുപോലെയല്ലേ പഠിച്ചു വെച്ചേക്കുന്നത്? അതിലൊന്നും കാര്യമില്ല. എങ്ങനെ പഠിച്ചു വെച്ചാലും നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ആംഗിളിന് ഈക്വൽ ആണ്, ഇവിടുത്തെ ആംഗിൾ അല്ല. കറസ്പോണ്ടിങ് ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾ. അടുത്തതാണ്ട് ഈ ആംഗിളിന് ഈക്വൽ ആണ്, ഈ ആംഗിൾ അറിയാം. ഈ ആംഗിളിന് ഈക്വൽ ആണ്, ഈ ആംഗിൾ അറിയാമല്ലോ. അങ്ങനെയൊക്കെയുള്ള ആംഗിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കോ ഇൻറ്റീരിയറും കറസ്പോണ്ടിങ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്, ആദ്യം ചെയ്യേണ്ടതുണ്ട് ഈ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരി വരയ്ക്കാൻ അല്ലെങ്കിൽ എഴുതാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടും. അതുകൊണ്ട് ഇങ്ങോട്ടുള്ള ലൈനും നീട്ടി വരയ്ക്കുക. ഉണ്ടല്ലോ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി. അപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ 80 ഒന്നുകൊണ്ട് ഇവിടെ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. ഇവിടെ 60 ഒന്നുകൊണ്ട് ഇവിടെ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. എന്താ? കറസ്പോണ്ടിങ്, സമാന കോണുകൾ. എന്ത് കോണുകൾ? സമാന കോണുകൾ. ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്കറിയാം സമാന കോൺ എവിടെയാണ്? ഇവിടെയും ഇവിടെയും. അത് ഇവിടെയും എവിടെയാണ്? ഇവിടെയും. സമാന കോണുകളാണ്. അത് കണക്ക് താണ്ട് ഈ ഏതൊക്കെയുണ്ട് സമാന കോൺ? താണ്ട് ഇവിടെയും 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 ഇവിടെയും. എന്തൊക്കെയുണ്ട്? സമാന കോണുകൾ ഉണ്ട്. എന്തുണ്ട്? സമാന കോണുകൾ ഉണ്ട്. അപ്പോൾ അവിടെ 80 ഒന്നും. അങ്ങനെയാണ് ഇവിടെ എത്ര വരും? ഇവിടെ നോക്ക്, ഇവിടെ 80 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 80 60 150ഉം 150ഉം. ഇവിടെ എത്ര ഡിഗ്രി വരും? 140 ഡിഗ്രിയും വരും. ഓക്കെയാണ്. ഇത് നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചേക്കുക. കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ആംഗിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ? എങ്ങനെ ഓൾട്ടർനേറ്റ് ആംഗിൾ വരുന്നത്? അതാണ്ട് ഇവിടുത്തേന് ഓൾട്ടർനേറ്റ് ആണ് ഇവിടുത്തെ ആംഗിൾ, ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ആണ് ഇവിടുത്തെ ആംഗിൾ. ഇനി ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഏത് വരുന്നത്? അവിടുത്തെ ഓൾട്ടർനേറ്റ് ആംഗിൾ എവിടെ വരുന്നത്? ഇനി താഴെ വരും. ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ആംഗിൾ എവിടെ വരും? ഇവിടെയും വരും. ഓൾട്ടർനേറ്റ് ആംഗിൾ, മറുകോണുകൾ എന്ന് ഓർത്ത് വയ്ക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആകുന്നു. അടുത്തത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ അറിയായിരിക്കും. എന്താ പ്രത്യേകത? 2/5ഉം 2/3ഉം ഇടയിൽ എന്ത് വന്നു? ഇൻറ്റു വന്നാൽ എന്ത് ചെയ്യണം? ഈ 5ഉം 3ഉം കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ എത്ര? 2/8. താഴെ അടിക്ക് എന്തുണ്ട്? 2/4. ഇനി ഇങ്ങനെ വന്നിട്ട് ഇടയിൽ ഡിവിഷൻ വന്നാൽ എന്ത് ചെയ്യണം? ഈ 8ഉം 4ഉം കൂടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും? 2/4. ഓക്കെ, സെറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പോകുന്നത്. ഇവിടുത്തെ ഉത്തരം നിങ്ങൾക്കറിയാം. 3/7 താഴെ അടിക്കുന്നത് ഒരു 3/6 എന്ന് പറയും. 3/1. ആ 3/1 തന്നെയാണ് 3. ഓക്കെ, സെറ്റ് കിട്ടിയേ. ഇനി ഇവിടുത്തെ ഉത്തരം നിങ്ങൾക്കറിയാം. 5/6/5/9 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നാൽ ശ്രദ്ധിക്കണം, മുകളിൽ ചെറുതും താഴെ വലുതും. മുകളിൽ ചെറുതും താഴെ എന്തുവാ? വലുതുമാണ്. മുകളിൽ ചെറുതും താഴെ വലുതും വന്നാൽ 1/5/3 ആണ് ആൻസർ. കേട്ടല്ലേ? ഏതാണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇമ്പോർട്ടൻ്റ് ആണ്. 5/2 × 5/4 5/5 × 5/4 വന്നാൽ ഇവിടെ കൂട്ടണം. 5/6 ആയി. താഴെ 5/9 ആയി. ഇനി ഇവിടെ പ്രശ്നം എന്തുവാ? അതാ ഇവിടെ 6ഉം ഇവിടെ 9ഉം. അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് 1/ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? 3 ഇടണം. കേട്ടല്ലോ? 1/5 ക്യൂബ്. ക്യൂബ് എവിടെ നിന്ന് കിട്ടി? ഈ 3 എവിടെ നിന്ന് കിട്ടി? ഈ 6ഉം 9ഉം തമ്മിൽ കുറച്ചാൽ പോരെ? 3 കിട്ടത്തില്ലേ? ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം നോക്ക്. ഇവിടുത്തെ ഉത്തരം 8/9/8/9. ഉത്തരം എത്രയാ? 1. സെറ്റ്. ഒരേപോലത്തെ ഡിവിഷൻ ചെയ്ത ഉത്തരം 1. ഇത് 4/8/4/6. അപ്പോൾ ഉത്തരം എന്തുവാ? 4/2 അറിയാം. ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും? 10/9/10/13.
എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 13. അപ്പോൾ എന്ത് വരും? 1/10 എത്ര വരും? 4. ഓക്കെ. അപ്പോൾ അതാ ഈ രണ്ട് ചോദ്യങ്ങൾ ഓർത്തോണം. അതാണ്ട് ഈ 1/, വന്നത് ഓർത്തോണം, ഈ 1/, വന്നത് ഓർത്തോണം. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1 കൊടുക്കാൻ മറന്നു പോകരുത്. എപ്പോഴാണ് ഇങ്ങനെ 1/, കൊടുക്കേണ്ടി വരുന്നത്? മുകളിൽ ചെറുതും താഴെ വലുതും വരുമ്പോൾ. താഴെ വലുത് വരുമ്പോഴാണ് 1/, കൊടുക്കേണ്ടി വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ എല്ലാ ചോദ്യവും ചെയ്ത് കാണിച്ചാൽ അറിയാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ചോദ്യത്തിനെ കുറിച്ച് പറയാൻ കാര്യം ഇത്രയേ ഉള്ളൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതുകൊണ്ട് ഉത്തരം ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 5 ചെയ്യണം. എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? ഈ 2 ഇതും കൂടെ കിട്ടിയ 5 കിട്ടും. ഉത്തരം 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓർത്ത് വെച്ചോണേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സമവാക്യം പറയാനാണ് ഈ ഒരു ഭാഗം ഇട്ടിരുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ബേസ് ഇതാണെങ്കിൽ ഹൈറ്റ് മുകളിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്താണ്ട? പെർപെൻഡിക്കുലർ ആയിരിക്കും. നേരെ 90 ഡിഗ്രി ഇരിക്കുന്ന വരയായിരിക്കും എന്ന് ഓർത്തിരിക്കുക. അടുത്ത ഒരു ചോദ്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി. അതനുസരിച്ച് ലൈവൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം. നാളെ രാവിലെ ഉണ്ട് സമയം. എനിക്ക് പറ്റുന്നത്ര ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ സന്തോഷവും വേണം. നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കമൻറ്റ് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. അതാ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ദ ഏരിയ ഓഫ് ദ പ്ലോട്ട് തന്നിട്ടുണ്ട് 1024. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഇത്? അപ്പോൾ എന്ത് പ്ലോട്ടാണെന്ന് നോക്കിയാണ്? സ്ക്വയർ പ്ലോട്ടാണ്. എന്ത് പ്ലോട്ടാണ്? സ്ക്വയർ പ്ലോട്ട്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1024 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സൈഡ് സ്ക്വയർ അല്ലേ? ഇക്വേഷൻ എന്താ? സൈഡ് സ്ക്വയർ സമമാണ് 1024 കിട്ടിയത് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ്. വശവും വശമാണ്. ഈ വശവും ഈ വശവും കൂടെ ഗുണിക്കുമ്പോഴാണല്ലോ ഈ ഏരിയ ആയിട്ടുള്ള 1024 കിട്ടുന്നത്. ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സമവാക്യം സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് ഇൻറ്റു സൈഡിനെ തന്നെ നമുക്ക് എന്ത് എഴുതാം? സൈഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം എഴുതാം. സൈഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സൈഡ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 1024 ആണ് ചെയ്യേണ്ടത്. റൂട്ട് ഓഫ് 1024 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റൂട്ട് 1024 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1024 ഇതാ ഇതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര? 512. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര? 2. പിന്നെ എത്ര? 5 2 10. പിന്നെ എത്ര കിട്ടും? 256. അടുത്ത 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 1 2 2 2 4 8. അടുത്ത 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 64. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 4. പിന്നെ 2 2. ഇത്രയും കിട്ടി. അങ്ങനെയാണെങ്കിൽ റൂട്ട് 1024 എന്ന് പറയുന്നത് ഈ 2 എത്ര 2 എടുക്കണം? ഒരു 2. അതാണ്ട് ഈ 2 എത്ര 2 എടുക്കണം? ഒരു 2. ഈ 2 എത്ര 2 എടുക്കണം? ഒരു 2. ഈ 2 എത്ര 2 എടുക്കണം? ഒരു 2. ഈ 2 എത്ര 2 എടുക്കണം? ഒരു 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2 2 4 4 8 8 2 16 16 32. എത്ര കിട്ടും? അപ്പോൾ 32 സെൻറ്റിമീറ്റർ ആണ് എന്താണ്? സൈഡ് ഓഫ് എ സ്ക്വയർ. ആ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 സെൻറ്റിമീറ്റർ ആകുന്നു. കേട്ടല്ലോ? അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? 32 സെൻറ്റിമീറ്റർ. അങ്ങനെ ആ 32 സെൻറ്റിമീറ്ററും 32 സെൻറ്റിമീറ്ററൂടെ ഗുണിച്ചതാണ് എന്ത് കിട്ടിയത്? 1024 കിട്ടിയത്. ഓക്കെ. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു വശം ഗുണം വശമായിരുന്നു. അപ്പോൾ വശം സ്ക്വയർ സമം 1024. അപ്പോൾ ഈ സ്ക്വയർ അപ്പുറത്ത് പോയപ്പോൾ എന്തായി? റൂട്ട് 1024. റൂട്ട് 1024 കണ്ടുപിടിക്കാൻ എന്താ? ഈ സ്റ്റെപ്പ് എഴുതണം. അതിൽ നിന്ന് എടുത്തെഴുതണം. ഉത്തരം എന്ത് കിട്ടും? 32. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇങ്ങനൊരു വീഡിയോ ന്യൂജൻ മാത്ത് ചെയ്തിട്ടുണ്ടെന്ന് ആരും അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരും അറിയുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഞാൻ ഈ വീഡിയോ പറഞ്ഞ എല്ലാ ടോപ്പിക്കും കൂടുതലായിരുന്നു പഠിച്ച് കൊണ്ടുപോവുക. ഇമ്പോർട്ടൻ്റ് ആണ്. വരയ്ക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്.